ഹല്ലേലൂയ. നമുക്ക് ദൈവരാജ്യത്തിൽ പോകണം. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് പരിശുദ്ധമാണ്. ആ രാജ്യത്തിൽ പോകണമെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ മാത്രമല്ല, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ മാതൃക ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ്. അതിന് പ്രധാനമായി ഇന്ന് ലോകത്തിൽ സ്തോത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് വെളിപ്പാട്. അല്ലെങ്കിൽ അവർക്ക് സ്തോത്രം പ്രവചനം എന്നൊക്കെയാണ് അവർക്ക് ചിന്ത. ദൈവം അതേ പ്രവാചകന്മാരെ കൊണ്ട് അതേ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ വേദപുസ്തകം അത്രയും പ്രവചനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഘടകമാണ്. ഒരല്ലേല് പറയാമോ? കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കും. ഈ വചനം മൊത്തവും പ്രവചനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പ്രവചനങ്ങൾ നമ്മൾ വായിക്കുകയും അത് കേൾക്കുകയും അത് കൈക്കൊള്ളുകയും അതനുസരിക്കുന്നവൻ ഭാഗ്യവാനെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ എഴുതിയിരിക്കുന്നു. പക്ഷേ വേദപുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദുഷ്ടന്റെ ആലോചന നടക്കാതെ, പാവിഴ വഴി നിൽക്കാതെ, പരിഹസിക്കുന്നിടത്തിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ സഭ തുടങ്ങുന്നതിന് മുമ്പേയും വചനത്തിൽ കൂടെയൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു പാഠമാണ്. പക്ഷെ ദൈവജനം എന്താണ് എന്ന് അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ഒരു കാര്യം, സ്തോത്രം, ഇന്നലെയും ദൈവസഭയെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥന, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് ദൈവാത്മാവ് 51 സങ്കീർത്തനം സാധാരണമായ ഒരു സങ്കീർത്തനം, മറ്റുള്ള സങ്കീർത്തനത്തെക്കാളും ഒരു പ്രത്യേക സങ്കീർത്തനമാണ്. എനിക്ക് നന്നായിട്ടറിയാം. ആ സങ്കീർത്തനം എൻ്റെ ജീവിതത്തിൽ എന്നോട് ചോദിച്ച ഒരു വ്യക്തി ഇങ്ങനെയായിരുന്നു: ഈ 51 സങ്കീർത്തനം എന്തുകൊണ്ടും നന്നായിട്ട് അതിനെ തിളക്കി പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളും എൻ്റെ സഹോദരിമാരും എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരും അപ്പൻ്റെ പ്രായമുള്ളവരും അപ്പൂപ്പന്മാരൊക്കെയാണ് ചർച്ചിനകത്തിരിക്കുന്നത്. ആ വ്യക്തി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു അനുഭവമാണ്. അപ്പോൾ ആ വ്യക്തിപരമായ നിലകളിൽ ആ വചനം നമുക്ക് ആഴമായിട്ട് എടുത്ത് കടഞ്ഞെന്ന് പറയണമെങ്കിൽ അത് താങ്കൾ മാത്രം വന്നാൽ ഞാൻ അത് വ്യക്തിപരമായി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പ്രൈസലോ പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പന്മാരും അമ്മമാരും സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും കൂട്ടുകാരെ പോലെ നമ്മൾ വന്നിരുന്ന് ദൈവവചനം കേൾക്കുന്നിടത്ത് അത് പറയേണ്ടതേ പറയാവൂ എന്നുള്ള കാര്യം മുഖമായി പറഞ്ഞു പോകാം ദൈവവചനങ്ങൾ. പക്ഷെ അതിനെ നിന്ന് ഉൾത്തിരിഞ്ഞ് അവൻ മടങ്ങി വരുന്നു എങ്കിൽ അവനൊരു അനുഗ്രഹമാണ്. പ്രൈസലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം, ഇത് വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കിയതിൻ്റെ കാര്യമാണ് ഇത്. ഈ ഞാർച്ചയോഗമാണെന്ന് ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. അത് വളരെ സന്തോഷമാണ്. ഞാർച്ചയോഗം ഹൃദയത്തിൻ്റെ ആഗ്രഹം പോലെ ദൈവം നടത്തിയത് കൊണ്ടുള്ള പ്രത്യാശ കൊണ്ടാണ് അവര് നടത്തിയിരിക്കുന്നത്. അതിനൊരു വചനം അവർ ചെയ്തതിനും അവർ നടത്തിയതിൻ്റെയും പ്രതിഫലം ഉണ്ടോ എന്ന് നിങ്ങൾ ചിലപ്പം ചിന്തിച്ചു പോകും. അതിനൊരു വചനം അവർക്കൊന്ന് വായിച്ചത്, എബ്രായർക്കുള്ള ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിച്ചേ. അത് അവർക്കുള്ളൊരു വചനമാണ്. എബ്രായർക്കുള്ള ലേഖനം 6-ന്റെ 9-ാം വാക്യം അത് അവർക്കുള്ളതാ. നാങ്കൾ ഇപ്പടി சொன்னாலும் അപ്പൊ ഇത് ചെയ്തതും ചെയ്തു വരുന്നത് കൊണ്ടും അവരല്ലേ പറഞ്ഞാട്ടെ, അവര് നടത്തിയ യോഗം സംബന്ധിച്ച് അവരെന്ത് നടത്തിയിട്ടുണ്ടോ, അവരെ കുടുംബത്തിൽ എന്ത് അവര് ദൈവമായിട്ട് കാണിച്ചിട്ടുണ്ടോ, ഇതിന്റെ പ്രതിഫലം ഇവിടെയും ഉണ്ട് അവിടെയും. എത്ര പേർക്ക് മനസ്സിലായി? മറന്നു കളയുന്ന ദൈവം അല്ല. ചിലപ്പോൾ നമ്മൾ യോഗം വെച്ചിട്ട് എന്ത് ചെയ്യും? ദൈവം അങ്ങ് മറന്ന് പോയി. ചിലപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാൻ വരെ മറന്നു പോയാലും മറക്കാത്ത ഒരു അപ്പൻ ഉണ്ട്. അത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഞാൻ അവരോട് ഇന്നലെ അവരെന്നെ ക്ഷണിച്ചിരുന്നു.
പ്രാർത്ഥിച്ചു. കർത്താവിനദാസൻ കൂടെ വന്നിരുന്നു. ദൈവത്തിന്റെ സന്തോഷമായ ചില സന്ദേശം അവിടെ പറഞ്ഞു. ചിലവർക്ക് ഇവിടെ ഇരിക്കുന്ന അനേകര് ചില ദൈവശബ്ദം കേൾക്കണമെന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതേ, ദൈവത്തിന്റെ വചനം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, എന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ദൂതുകൾ അങ്ങോട്ട് പറയാൻ ആഗ്രഹമാണ്. പക്ഷേ ഞാൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചു. കാതുള്ളവൻ ഉണർന്ന് അത് നീ ഉൾക്കൊണ്ട് വരുമ്പോൾ ദൈവം നിനക്ക് വേണമെന്ന ദൂത് കൈമാറും. പ്രൈസ് ഹലോ. ശരിയല്ലേ ദൈവദാസനെ? പിന്നെ ദൈവദാസനാണല്ലോ, മോനൊന്നും വിളിക്കാൻ പാടില്ല, എങ്കിലും സ്നേഹം കൊണ്ട് വിളിക്കാം. ദൈവദാസനായിട്ട് അഭിഷേകം ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. സ്തോത്രം. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. അപ്പൊ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവമായിട്ടുള്ള കൃപയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ കൃപ എന്താണ് എന്നാണ് ഇന്നലെ ദൈവവചനത്തിൽ ചിന്തിച്ചത്. എന്നാൽ ഇന്ന് പകൽക്കാലം മറ്റൊരു ഭാഗത്തിലേക്ക് ഞാൻ കൃപയെക്കുറിച്ച് കർത്താവ് അനുവദിച്ച രാത്രി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. എന്നെ ചിന്തിപ്പിച്ച ഇന്നലെ വായിച്ച സങ്കീർത്തനത്തിന് തന്നെ ഒരു വാക്യം കിടക്കുന്നു, ഒന്ന് വായിക്കാം. 38 സങ്കീർത്തനം 6 വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളെ ജീവിതത്തിൽ ഇവിടെ കടന്നു വന്നവർക്ക് ഒരു ദൂതിന്റെ ഒരു വെളിച്ചമായി തീരട്ടെ. ഞാൻ വേദനപ്പെട്ടു ഒടുങ്ങിനേൻ. ഒരല്ലേ പറഞ്ഞാട്ടെ. നാൾ മുഴുതും. നല്ല ഒരു പായന്റാണ് അല്ലേ? ഇവിടെ ആരെങ്കിലും ദുഃഖമില്ലാത്ത ഒരു വ്യക്തി നിങ്ങൾ എടുത്തരാമോ? എടുത്തരാവോ പാസ്റ്ററെ? ദുഃഖമില്ലാത്ത ഒരു വ്യക്തി എടുത്തരാൻ പറ്റുമോ? ദൈവദാസൻ കണ്ടോ ദൂതിന്റെ വെളിച്ചം. നാൾ മുഴുതും ഞാൻ വേദനപ്പെട്ട് ഒടുങ്ങിനെ. സ്തോത്രം. ഏത് വ്യക്തി നിങ്ങൾ കടഞ്ഞെടുത്താലും ഈ 2 ഭാഗം അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊരു മാറ്റം തരാനാണ് ദൈവസന്നിധാനത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നത്, വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ. ഇതിൽ നിന്നൊരു മാറ്റം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ദൈവസന്നിധിയിൽ ഒരു കുടുംബത്തിൽ ഇത് മാറ്റം വരണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ യോഗം വച്ചവരുടെ ജീവിതത്തിലും അത് തന്നെയാണ്. ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഉയർച്ച വരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യോഗം വെച്ചിരിക്കുന്നത്. അവർ നേർച്ച നേരുകയും നേർന്നതിവിടെ നേരാതിരിക്കുന്നതല്ല, എന്നാൽ എത്രയും വേഗം ചെയ്യണമെന്നാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറഞ്ഞു, നാൾ മുഴുവൻ ഞാൻ ദുഃഖിത്ത് ഒടുങ്ങി വേദനപ്പെടുകേൻ. ഹല്ലേലൂയ. അപ്പോ ഈ ദുഃഖിച്ച് നടക്കുന്ന വ്യക്തി അവരോട് സന്ദേശം പറയുകയാണ്, നീ ദുഃഖിച്ച് തിരിയണ്ട, നിന്റെ ദുഃഖത്തെ ആശ്വാസമാറ്റാൻ ദൈവത്തിന് കഴിയും. പക്ഷെ നീ എവിടെ വരണം? ദൈവത്തിന്റെ സന്നിധാനത്തിൽ വരണം. ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. നിന്റെ മക്കളെ കുറിച്ച് നിനക്കൊരു ദുഃഖമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച് ദൂത കൈമാറുന്ന. വളരെ ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചേട്ടാ, ഞാൻ ഇവിടെ നിന്ന് പറയുന്ന വളരെ ശ്രദ്ധിച്ചോ. മക്കളെ കുറിച്ച് നീ ദുഃഖിക്കുമ്പോൾ എന്റെ മക്കൾ നാളെ എന്തായി തീരും എന്നുള്ള ചിന്തയില്ലാത്തവിടെ ആരും വന്നിട്ടില്ല. ചിന്ത ഉള്ളവരാണ്. കാരണം നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗം ഒതുങ്ങി നിൽക്കുമ്പോൾ എന്റെ മക്കൾ അഥവാ ഞാൻ കൺമറഞ്ഞു പോയാലും എന്റെ കുഞ്ഞിന് ഏത് നിലയിലെത്തും, അവന്റെ ജീവിതം എന്തായിത്തീരും, അവന്റെ ഭാവികാലം എന്തായിത്തീരും, അല്ലെങ്കിൽ അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുടുംബം എങ്ങനെയായിരിക്കും, അതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കാൻ പോകുന്നു, വരുന്ന മരുമകൾ എങ്ങനെയുള്ളവളായിരിക്കും, അവൾ എങ്ങനെ കുടുംബത്തെ കൊണ്ടുപോകും, എന്റെ മകനെ എങ്ങനെ കുറിച്ച് നോക്കും, എന്റെ മകനെ സ്തോത്രം അല്ലെങ്കിൽ കുടുംബത്തെ എങ്ങനെ നോക്കും, എന്നെ എങ്ങനെ നോക്കും, എന്നെ എങ്ങനെ നടത്തും, ഞാൻ വാർത്തകാലം എത്തുമ്പോൾ അവരെനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ? ചിരിക്കുന്നല്ല, ചിലരൊക്കെ ചിരിക്കുന്നുണ്ട. ഇതാ തൂത്, പിന്നെ നിന്റെ പുറത്തില് വേറെ എന്തെങ്കിലും തൂതുണ്ടോ ദൈവാസനെ? ഇല്ല, വചനം ഇതാ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഇതായിരിക്കുന്ന ദൈവദാസനായിരുന്നാലും ഇത് തന്നെ ചിന്തിക്കുന്നത്, ഇതായിരിക്കുന്ന ഞാനായിരുന്ന ഇതേ തന്നെ ചിന്തിക്കുന്നത്, ഇതായിരിക്കുന്ന ദൈവദാസി അത് തന്നെ ചിന്തിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന അടുത്ത ശുശ്രൂഷകനായിരിക്കുന്ന ദൈവദാസൻ അത് തന്നെ ചിന്തിക്കുന്നത്, ഇനി വരുന്ന ജനതയും ഇത് തന്നെ ചിന്തിക്കും. കാരണം നാളെ എന്നെ കുറിച്ച് നാളെ ഞാൻ വാർത്തകാലം ഈ പ്രായം താണ്ടിപ്പോകും, ഈ പ്രായം ഇതായിരിക്കുന്ന പ്രായം താണ്ടിപ്പോകും, ഇതായിരിക്കുന്ന മരുമകൾ സ്തോത്രം നാളെ അവര് മകളില്ലാത്ത സ്ഥാനത്ത്
ആമേ 2 ഭാഗം ഈ ദൈവദാസൻ കൈമാറി കൊടുത്തിരിക്കുകയാണ്. ഒന്ന് മരുമകളെന്നും, 2 എന്റെ മകളെന്നും. അപ്പൊ അവൾ ഏത് നിലയിലാണ് ഈ ദൈവദാസനെ ആമേ ശുശ്രൂഷിക്കുന്നു, ആമേ ഈ ദൈവദാസിയെ ശുശ്രൂഷിക്കുന്നു എന്നറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കും, ഇന്നവരെ നന്നായിരിക്കുന്നു, ഇന്നവരെ പോറ്റി പുലർത്തുന്നു, ഇന്നവരെ സന്തോഷിപ്പിക്കുന്നു, ഇന്നവർക്ക് വേണ്ടുന്ന പദാർത്ഥങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, അവരെ തേറ്റുന്നു, സ്നേഹിക്കുന്നു. മകളെ പോലെയും ആമേ മരുമകളെ പോലെ എന്നല്ല, മക്കളെ പോലെ, മകളെ പോലെ. ഒരു മകളില്ലാത്തത് കൊണ്ട് മകളെ പോലെ അവർ വളരെ സ്നേഹിച്ച് അവർ വളർത്തുന്ന ഒരു അനുഭവം അവർക്കുണ്ടായിരിക്കാം. പക്ഷെ അവരിൽ നിന്ന് ആ സ്നേഹം കുറയുമ്പോൾ ആമേ കഴിഞ്ഞ കാലം എന്നോട് കാണിച്ച സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ അവരെ പരിപാലിച്ചു, കഴിഞ്ഞ ദിവസം ഞാൻ അവരെ സ്നേഹിച്ചു, ഞാൻ അവരെ മാനിച്ചത്, ഞാൻ അവൾക്ക് എടുത്തു കൊടുത്ത ഡ്രസ്സുകൾ, അവൾക്ക് വാങ്ങിച്ച, അവളോട് കാണിച്ച സ്നേഹങ്ങൾ, അവളോട് കാണിച്ച മനസ്സലിവുകളൊക്കെ ഇന്ന് അവളെ ഒരു ഒട്ടുപോലും എന്നോട് കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ദൈവദാസി അവരുടെ മനസ്സുകൊണ്ട് വേദനപ്പെടും. വേദനപ്പെടില്ലേ? വേദനപ്പെടും. ഏത് മനുഷ്യൻ വേദനപ്പെടില്ല? അതാ ബൈബിളിനകത്ത് ദാവീദ് പറഞ്ഞ ആമേ സ്തോത്രം, രാജമാരത്തിൽ നിൽക്കുമ്പോൾ, രാജാവായിരിക്കുമ്പോൾ അവൻ പറയുന്നു, ഓരോ ദിവസവും ദുഃഖിച്ച് സഭയെക്കുറിച്ചുള്ള ദുഃഖം, സഭയെക്കുറിച്ചുള്ള ഭാരം, ജനത്തെക്കുറിച്ചുള്ള ഭാരം, യുദ്ധം പുറത്തു നിന്ന് വരുന്നു, വ്യക്തികളിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് മടുത്തുപോയ അനുഭവങ്ങൾ, മതിയെന്ന് പറയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും. അന്നേരമാണ് നമ്മൾ ഏത് മനുഷ്യനും പറയുന്നത്, മതി കർത്താവേ, ഈ ഭൂമിയുടെ അകത്തുള്ള ജീവിതം മതി, അവിടെ ഒന്ന് ഞാൻ വന്ന് ചേരട്ടെ. ഇതാരാ പറയത്തെ? കൈമാറുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇതാര് പറയാത്തെ? ഏത് വ്യക്തിയും പറഞ്ഞു പോകും. അതാ കുടുംബത്തിനകത്ത് വരുന്ന അനുഭവങ്ങൾ, നമ്മുടെ ദൈവത്തിന്റെ സന്നിധാനം. അതാണ് നമ്മുടെ ജീവിതത്തിൽ കൃപയിൽ നിൽക്കുന്ന നാം. ദൈവത്തിന്റെ വചനം 36 അതേ സ്തോത്രം ചെയ്യുന്നു, 6 സങ്കീർത്തനത്തിലെ 13 വാക്യത്തിൽ ഇന്നലെ രാത്രി ഞാനൊരു കാര്യം അവിടെ സൂചിപ്പിച്ചിട്ടു. അതേ സ്തോത്രം 86 സങ്കീർത്തനം 13 വാക്യം. പ്രൈസ് ദി ലോർഡ്. 86 സങ്കീർത്തനം 13 വാക്യം. കണ്ടോ, ദൈവം നമ്മളെ കൃപ കൊണ്ടാവാനാണ്. ഈ അനുഭവം വരുമ്പോൾ ദാവീദ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞത്, നീ എന്നെ മനസ്സലിവോടെ എന്നെ സ്നേഹിച്ച് എന്നെ ഇത് തമിഴിൽ തന്നെ കൊടുക്കപ്പെട്ടിരിക്കുന്നത് പാരാട്ടിന് കൃപ എന്ന് പറഞ്ഞ, ഒരമ്മ ഒരു കുഞ്ഞിനെ എടുത്ത് തൊട്ടിലിട്ടിട്ട് അത് ആരാട്ടുമ്പോൾ ആ കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ, സ്വരം കേട്ട് ഉറങ്ങുന്ന അമ്മയുടെ സ്വരം കേട്ട് ഉറങ്ങുന്നത് പോലെ സ്തോത്രം. മറ്റൊരു ശബ്ദം കേട്ട് അത് ഉറങ്ങത്തില്ല. അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ കുഞ്ഞു തൊട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് പോലെ നീ എന്നെ താലോലിച്ചത്, നീ എന്നെ നടത്തിയത്, നീ എന്നെ മാനിച്ചത് സ്തോത്രം ഒന്നുമില്ലായ്മയെന്ന് ഇത്രത്തോളം കൊണ്ടുവന്ന് എന്നെ നിർത്തിയത്, ഞാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നെ ഇത്രത്തോളം കരം പിടിച്ചത്, ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്റെ കണ്ണുനീരെ തുടച്ചത്, ആരും കാണാതിരുന്നപ്പോൾ എന്റെ കണ്ണുനീരിനെ തുടച്ച് സ്തോത്രം എനിക്ക് അപ്പമാക്കി മാറ്റി എന്നെ സന്തോഷിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? ഇതാ ദാവീദവിടെ. എന്നാൽ എന്റെ പ്രാണൻ അധമ പാതാളത്തിൽ പോകുമോ എന്നവിടെ പറഞ്ഞു. എന്റെ പ്രാണൻ ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന, ഒരു വിശുദ്ധന്റെ കൃപയുടെ അനുഭവത്തോടുകൂടെ പറയുന്നു, എന്റെ പ്രാണൻ പാതാളത്തിൽ പോകുമോ? അധമ പാതാളത്തിൽ പോകാതിരിപ്പവന്റെ സൂക്ഷ്മമാണ്. അതുകൊണ്ട് അമ്മ തന്റെ കുഞ്ഞിനെ മറക്കും. വേദവസം പറയും, പ്രവാചകൻ പറയുന്നത് കേൾക്കണോ? അമ്മ തന്റെ കുഞ്ഞിനെ മറക്കും. സ്തോത്രം. അപ്പൻ മറക്കും, കൂട്ടുകാർ മറക്കും, സ്നേഹിതൻ മറന്നുപോയാലും ഞാൻ മറക്കാത്ത ദൈവം യേശു മറന്നിട്ടില്ല. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ഉള്ളിൽ ദുഃഖം എന്ന് പറയുന്ന ഒരു വിഷയം, ദുഃഖം എല്ലാവർക്കും ഉണ്ട്, ദുഃഖത്തോടെയാണ് നടക്കുന്നത്. പക്ഷേ ഈ ദുഃഖത്തിൽ നിന്നൊരു മാറ്റം നമുക്കുണ്ടാകണം, നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു മാറ്റം നമുക്കുണ്ടാകണം, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ഇവിടത്തെ കൊല്ലംകോട്ടിന്റെ കച്ചേരി നിങ്ങൾ പോവുകയാണ്, അല്ലെങ്കിൽ സ്തോത്രം കരം കെട്ടാൻ പോവുകയാണ്. നിങ്ങൾ ഉദ്ദേശിച്ച അളവിൽ നിങ്ങൾ
കടന്നു പോവുകയാണ്. ഒരു ഉദാഹരണമാ പറയുന്നേ, കടന്നു പോവുകയാണ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച് അവിടെ പോകുമ്പോൾ കരം തീർത്തിട്ട് പെട്ടെന്ന് വരാമെന്നാ നിങ്ങൾ പോകുന്നത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഇപ്പൊ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച് പോയ സമയത്ത് വീട്ടിൽ വരാൻ പറ്റിയില്ല. ഉദ്ദേശിച്ച സമയത്ത് അവിടെ നിന്ന് കൈമാറി വരാൻ പറ്റില്ല. പക്ഷെ അവര് വേറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കാശിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തോ കാര്യങ്ങൾ പറഞ്ഞ് അന്ന് മുഴുക്കൻ നിങ്ങൾ അവിടെ ചെലവഴിക്കേണ്ടത്. പക്ഷെ അന്ന് നിങ്ങൾ ആ കാര്യം നടത്തിയിട്ട് വന്നാൽ നമുക്ക് വേറെ ആ കാര്യങ്ങൾ നടക്കാനുണ്ട്. പക്ഷെ നിങ്ങൾ ആ കാര്യം നടന്നില്ല, നിങ്ങളെ മനസ്സെന്തായിരിക്കും? അയ്യോ, ഞാൻ ആശിച്ചിട്ട് വന്ന കാര്യം നടന്നില്ല, ചിന്തിച്ചിട്ട് വന്ന കാര്യം നടന്നില്ല. നമ്മുടെ മനസ്സ് വ്യാകുലപ്പെടും, ദുഃഖിക്കും. ഇതേപോലെ ദൈവത്തിന്റെ സന്നിധിയില് ദാവീദ് രാജാവായിരിക്കുമ്പോൾ അവൻ പറയുന്ന 38-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്ന ഒരു വിഷയം പറഞ്ഞത്, സ്തോത്രം, ഞാൻ വേദന ഓടുങ്ങിന് വേദന. ഈ വേദന എന്ന് തീരും? നമ്മൾ ചോദിക്കല്ലേ, ഈ വേദന എന്ന് തീരും? കുടുംബത്തെ ചൊല്ലി വേദന എന്ന് തീരും? നമ്മുടെ ജീവിതത്തിൽ ഈ വേദന എന്ന് തീരും? ഈ കഷ്ടം എന്ന് മാറും? പണ്ട് സ്തോത്രം, ഒരു ദൈവത്തിന്റെ ദാസൻ കർത്താവിന്റെ സന്നിധാനത്ത് ഞാൻ കേട്ട ഒരു അനുഭവമാണ്, ഒരു സാക്ഷ്യമാണ്. അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൈമാറും. കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ വേലയെ സ്നേഹിച്ച് അവര് സ്തോത്രം വീട്ടിന്റെ ചരിപ്പിൽ അവർ ആരാധന തുടങ്ങി ആരാധിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിനെ സ്തുതിച്ചു വരുമ്പോൾ ആ വരുന്ന കർത്തൃദാസന്മാരെ എന്ത് ചെയ്തു? ആ കുടുംബം മാനിച്ചു. വരുന്ന ആ വീട്ടിന്റെ അന്നത്തെ കാലത്തിൽ ആ വീട്ടിൽ സ്തോത്രം അവർക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ കൊടുത്തു, വെള്ളങ്ങൾ കൊടുത്തു, വേണ്ടുന്ന സൽക്കാരങ്ങളൊക്കെ ചെയ്തു, അവിടെ പാർത്തു. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ ആ വീട്ടിന് 7-8 മക്കളുണ്ട്. സ്തോത്രം. എല്ലാവരും അവരവരുടെ ആഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്, അമ്മ പകർന്നു കൊടുക്കുന്നുണ്ട്. അമ്മയുടെ സന്തോഷമല്ലേ ഹൃദയത്തിനകത്ത് ഭയങ്കര. അപ്പോൾ ഒരു മോൻ വന്ന് ചോദിച്ചു, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ ഇളയ ഒരു മോൻ വന്ന് ചോദിച്ചു, അമ്മ സ്തോത്രം, എനിക്ക് വിശക്കുന്നുമില്ല, ആഹാരം തരണം. അമ്മ പറഞ്ഞു, വായ പൊത്തി മിണ്ടല്ലേ മക്കളെ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവദാസന്മാരെ മാനിച്ചു വിട്ടിട്ട് ഉള്ളതിനെ അമ്മ എന്ത് ചെയ്യുക? വെള്ളവും ആ കഞ്ഞിയുമായിട്ട് കോരി കൊടുത്തിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അമ്മ, നമുക്ക് ഈ വെള്ളക്കുടി എന്ന് മാറും? ഈ വെള്ളക്കുടി ഇത് കേട്ടതാരാ? തൊട്ടടുത്ത ഒരു ചെവരിന്റെ അപ്പുറത്ത് ദൈവദാസൻ കിടക്കുക. ഈ വന്ന് പാർക്കുന്ന ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ കിടക്കുക. ആ ദൈവദാസൻ കരഞ്ഞുപോയി. അവര് കുഞ്ഞുങ്ങളിലൂടെ കഴിക്കേണ്ട ആഹാരം എന്ത് ചെയ്തു? അമ്മ ഇവിടെ പകർന്ന് ഇവിടെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതാ പറയുന്ന, മറന്നു കളയുന്ന ദൈവം അല്ല. ഈ കുഞ്ഞുങ്ങളെ ദൈവം എന്ത് ചെയ്തു? മാനിച്ചു. കുഞ്ഞുങ്ങൾ വളർന്നു വന്നു. ആ കുഞ്ഞുങ്ങൾ കേട്ടതെന്താണ്? ഈ വെള്ളക്കുടി എന്ന് മാറും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോ ഇവിടെ പറയില്ലേ, നാൾതോറും ഞാൻ ദുഃഖിച്ച് ശരീരം ഒടുങ്ങിനേൻ, ശരീരം ഒടുങ്ങിപ്പോകുകയാണ്. അമ്മ ഈ കുടുംബത്തിനകത്തിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് നാം തിന്നില്ല എങ്കിലും മക്കളെ കുറിച്ച് ഒരു കരുതല് അമ്മമാർക്കുണ്ട്. സ്തോത്രം. അങ്ങനെ കരുതാത്ത ആരും ഇവിടെ ഉണ്ടോ? ചിലപ്പോ നമ്മുടെ ജീവിതം, നമ്മുടെ മക്കൾ വിദേശത്തിൽ പോകും, ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് വിദേശത്തിലിരിക്കുന്നു. ഇതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചുമന്ന എന്റെ ബൈബിളിലെ വെളിച്ചമാണ്. ഈ കുഞ്ഞു ചോദിച്ച ചോദ്യത്തിന്, ഈ കുഞ്ഞു പ്രായത്തിൽ ചോദിച്ച, അമ്മ ഈ വെള്ളക്കൂടി എന്ന് മാറും. സ്തോത്രം. ഇത് കേട്ട ദൈവദാസൻ ദൈവത്തോടുകൂടെ പ്രാർത്ഥിച്ചു. കർത്താവിന് അന്ന് ആ ദൈവദാസൻ ഉറങ്ങിയില്ല, ദൈവത്തോടെ പ്രാർത്ഥിച്ചു. എന്റെ ദൈവമേ, സ്തോത്രം, ഈ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞുങ്ങൾ പഠിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങൾ ചവിട്ടുവാനിടയായി. കാണാത്ത നന്മ അവര് കാണാൻ തുടങ്ങി, കാണാത്ത അനുഗ്രഹം അവർ കാണുവാൻ തുടങ്ങി. ഈ വെള്ളക്കൂടി എന്ന് മാറുമെന്ന്. നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കാം. ഈ ഒരു അനുഭവം നിങ്ങളുടെ ഹൃദയങ്ങളിലെ ഉള്ളിൽ പാസ് ചെയ്തിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖം നാളുതോറും ദുഃഖിച്ചും ക്ഷീണിച്ചും തളർന്നും പോയി അനേവരടുത്ത് നിങ്ങളുടെ സങ്കടം പറയാൻ കഴിയാതെ, ചിലപ്പോൾ ഒരു പ്രവാചകൻ നിങ്ങളെ കാണുന്നില്ല, ചിലപ്പോൾ ഒരു പാസ്റ്റർ നിങ്ങളെ കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ വെളിപ്പാടുള്ളവർ നിന്നെ കാണുന്നില്ല. നിന്നെ നന്നായി അറിയുന്നവനും നിന്നെ നന്നായി കാണുന്നവനും നിന്നെ നന്നായി മനസ്സിലാക്കിയവൻ, നിന്നെ നിർമ്മിച്ചവൻ നിന്റെ അരികിലും ഉണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ദൈവത്തിന്റെ സമയ.
ക്രൈസ്തലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും കൈവിട്ടുപോയി ആമേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഇവിടെ പറയുന്നു ആമേ സ്തോത്രം, സദർശ്യ വാക്യത്തിന്റെ ഉള്ളിൽ ദൈവത്തിന് ദാസനായ ശലോമോൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ആമേ 5-ാം അതിന്റെ ആമേ സദർശ്യ വാക്യം 5-ാമത്തെ 11-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ അത് ആമേ ഒന്നുകൂടെ ഓടിങ്ങനെ ദുഃഖിത്ത് ஐயோ ஆமை போதகத்தை நான் வெறுத்தேனே, കടിந்து കൊള്ളുகிறதை എൻ മനസ്സ് അലസ്യമാതി. കണ്ടോ, ദൈവസന്നിധാനത്തിൽ ആമേ ദൈവത്തോടുകൂടെ അനേകർക്ക് ഇതെന്ന് എന്ത് വരുന്നില്ല, ആമേ സ്തോത്രം, ദൈവത്തോടുകൂടെ നമുക്ക് മനസ്സ് വരുന്നില്ല. ചില ദൈവദാസന്മാർ പറയുന്നത്, ദൈവവചനം പറയുന്നത് അവരെ എന്ത് ചെയ്യുന്നു, അലതട്ടുന്നു. അതാ ഇന്നലെ പകൽക്കാലം ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആമേ സ്തോത്രം, നീതിമാന്റെ ആമേ ശാസന തലയ്ക്ക് എണ്ണ, അത് അഭിഷേകം, വിടുതല. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് വേദപുസ്തകം എന്ത് പറയുന്നു? ആമേ മുടിവിലെ അവസാനത്തിൽ നിന്റെ ശരീരം ആമേ സ്തോത്രം എന്ത് ചെയ്യരുത്, അത് ഉലഞ്ഞു പോകരുത്. എന്തുകൊണ്ട് ഉലഞ്ഞു പോകരുത്, ഉടഞ്ഞു പോകരുത്? നിന്റെ ആരോഗ്യമുള്ള ശരീരമാണ്, നിന്റെ കൃപയുള്ള ശരീരമാണ്, നിന്റെ ബലമുള്ള ശരീരമാണ്, ദൈവമായിട്ട് ബന്ധം പുലർത്തുന്ന ശരീരമാണ്, ദൈവത്തെ ആരാധിക്കുന്ന ആയുസ് സുഖത്തോടെ ദൈവം നടത്തി. പക്ഷെ ഈ ശരീരം എന്ത് ചെയ്യരുത്, ദുഃഖത്തിലേക്ക് അത് ഉലഞ്ഞു പോകരുതെന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ ശാസന വെറുത്തു, ദൈവ പ്രബോധനത്തെ വെറുത്തു. ഇന്നനെങ്ങനെയാ? ശരിയല്ലേ? നിന്റെ അപ്പുറത്ത് വേറെ ദൂതച്ചുണ്ടോ? നിങ്ങളെ വീട്ടിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ദൂതുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടോ? അത് ദൈവം നിങ്ങൾ നടത്തും, തീർച്ചയാണ്. നിങ്ങളെ മക്കളെ വിദേശത്തിൽ പോകേണ്ട സമയത്ത് കൃത്യസമയത്തിൽ വിദേശത്തിൽ കൊണ്ടുപോകും. നിങ്ങൾ അനുഗ്രഹിക്കേണ്ട സമയത്ത് അത് അനുഗ്രഹിക്കും. ഞാനൊരു കാര്യം, ഒരു വാഴ്ത്തത്തെ നിങ്ങളെ മുമ്പിൽ പറയാം. നിങ്ങളെ വീട്ടില് ആമേ സ്തോത്രം, ഈ സഹോദരിയുടെ ആമേ സ്തോത്രം മകൻ കല്യാണമായിട്ട് ആമേ സ്തോത്രം ഹല്ലേലൂയ, അവൾ ഗർഭിണിയായിരിക്കുന്നു. ആമേ സ്തോത്രം 10 മാസം ചേർന്നു. ആമേ സ്തോത്രം 10 മാസം ആയി. അപ്പോൾ എന്ത് ചെയ്യും, ഡോക്ടർ പറയുകയാണ്, ഇനി ഒരു 4 മാസം കൂടെ കഴിഞ്ഞിട്ടേ ഈ കുഞ്ഞ് പ്രസവിക്കും എന്ന് പറഞ്ഞ് എന്തായി തീരും? നടക്കും. നടക്കേണ്ട സമയത്ത് ആ കുഞ്ഞ് പ്രസവിക്കും എന്ന് പറഞ്ഞാൽ വാഴ്ത്തത്തം വരേണ്ട സമയത്ത് എന്ത് ചെയ്യണം? അത് വന്നേ പറ്റും. അത് ഒരു മനുഷ്യന്റെ മുമ്പിലും പറഞ്ഞു അറിയിച്ചിട്ടില്ല, അത് ഒരു മനുഷ്യന്റെ മുമ്പിലും എണ്ണി കൊടുത്തിട്ടുമില്ല. അത് ദൈവം നിന്റെ മേൽ ഏൽപ്പിക്കേണ്ട വാഴ്ത്തത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ആ വാഴ്ത്തത്വം നിന്റെ മേൽ വരണം. ഡോക്ടർ പറയാണ് 5 മാസം കൂടെ കഴിയട്ടെ. ഡോക്ടർ പറയും ഇല്ല, ഇപ്പോൾ ഡേറ്റ് ആയിട്ടില്ല എന്ന്. അല്ല, ഡേറ്റ് ആകുന്നത് ഡോക്ടറുടെ കയ്യിലല്ലല്ലോ, ദൈവത്തിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, അതേ നിന്റെ ശരീരം എന്ത് ചെയ്യാൻ പാടില്ല, ഉലഞ്ഞു പോകാൻ പാടില്ല. പ്രബോധത്തെ വെറുക്കരുത്. ഒടുവിലത്ത് നിന്റെ ശരീരം എന്തായി, നീ ദുഃഖിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രബോധനമൊക്കെ വെറുക്കുന്നു. കാരണം ഈ ദൈവം വചനം ഒന്ന് വായിക്കേണ്ട സമയമില്ലെന്നേ, ദൈവത്തെ ആരാധിക്കേണ്ട സമയം അവർക്കില്ലെന്നേ. അവരിങ്ങനെ ഓടിക്കൂടുക, അധ്വാനിക്കുന്നു, കഠിനമായി അധ്വാനിക്കുന്നു, ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധമായ അനുഭവങ്ങളൊന്നും അവർക്കില്ല. ഈ ദൈവജനത്തിന്റെ ഇടയില് വിശുദ്ധം എന്ന് പറയുന്നത് അതൊന്നും അവരുടെ കയ്യിലില്ല. നമ്മുടെ മറ്റുള്ളവരെ നമുക്ക് ഭയങ്കരമായി നമുക്ക് കാണാം, അവരങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു, അവരങ്ങ് ഉയരുന്നു. അതിനൊരു ചരിത്രമുണ്ടെന്നേ, അതിനൊരു ചരിത്രമുണ്ട്. ഒരു കുടുംബം പെട്ടെന്ന് വളരുന്നു എങ്കിൽ അതിന്റെ മേഖലൊരു ചരിത്രം കിടക്കുന്നു. ആ കുടുംബത്തിനകത്തൊരു വളർച്ച ഉണ്ടെങ്കിൽ അതിനൊരു ചരിത്രമുണ്ട്. ആ കുടുംബത്തിനകത്ത് ഒരു പ്രവൃത്തി വെളിപ്പെടുന്നു, അതിനകത്തൊരു ചരിത്രമുണ്ട്. അത് നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പറ്റിയില്ല, പിടിച്ചു നിർത്താൻ പറ്റിയില്ല. സ്തോത്രം. അത് ഒരു മനുഷ്യന്റെ കണ്ണില് എഴുതി പിടിപ്പിച്ചിട്ടുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ, ആമേ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് 73-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ 73-ാം സങ്കീർത്തനം അതിന്റെ ആ 4-ാം വാക്യം ഒന്ന് വായിച്ച, 3-4 വാക്യം. പെരുമൈ പെരുമ വരുന്നു, പുകഴ്ച വരുന്നു. മനുഷ്യർക്ക് എന്ത് വരുന്നു?
പുകഴ്ച വരുന്നു, പുകഴ്ച നിൽക്കുമ്പോൾ അവന്റെ ഇത് ആശാപ് പറയുന്ന ഒരു വിഷയമാണ്. അവന്റെ ഹൃദയത്തിനകത്ത് കർത്താവ് പറഞ്ഞു, അമ്മ ഒന്നാം വാക്യം വായിക്കുമ്പോൾ, ഒന്നാം വാക്യം വായിച്ചേ. ദൈവം നല്ലവൻ, ശുദ്ധ ഹൃദയമുള്ളവന് യഹോവ നല്ലവൻ. അത് ആശാവ് പറയാണ്, ശുദ്ധ ഹൃദയമുള്ളവന് യഹോവ നല്ലവൻ. ശുദ്ധ ഹൃദയം. പക്ഷെ ഇന്ന് ശുദ്ധ ഹൃദയമില്ല. ശുദ്ധ ഹൃദയമുള്ളവന് ദൈവം നല്ലവൻ. ശുദ്ധമായിരിക്കണം നമ്മുടെ ഹൃദയം, ശുദ്ധമായി. ചിലർ പറയുന്നത് ഇത്രയും ശുദ്ധമായിരുന്നാൽ, അതല്ല, മുഴുവതും നോട്ടത്തിൽ, ജീവിതത്തിൽ, നടപ്പിൽ, പ്രവൃത്തിയിൽ, ആരാധനയിൽ, കൊടുക്കൽ വാങ്ങൽ. നിന്റെ ദശാംശം കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം. ദൈവത്തിന് കൊടുക്കാനുള്ളത് നിന്റെ വീട്ടിൽ കിടക്കരുത്. കൂലിക്കാരന്റെ കാശ് നീ എന്ത് ചെയ്യരുത്? പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ? യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് വായിച്ചു. അടുത്ത് കണ്ടോ വേദോസ് എഴുതിയിരിക്കുന്നത്. അടുത്ത് നിങ്ങളൊക്കെ ഇതൊക്കെ കളത്തി ദൂരെടുത്തെറിയേണ്ടത്, അതുകൊണ്ട് ഇവിടെ ഇടേണ്ടത്. അത് നമുക്ക് പറയാൻ പാടില്ലെങ്കിലും ഇതൊക്കെ കളത്തി ദൂരെടുത്തെറിയാണ്. ഇട്ടിരിക്കുന്ന എല്ലാവരും കുറച്ചുകൂടെ മോഡൽ വരുത്തുകയാണ്. ഇതെല്ലാം പൊന്നും വെള്ളിയൊക്കെ നിനക്ക് വിരോധമായി കറ പിടിച്ച് നിനക്ക് സാക്ഷി പറയും. ഇതെല്ലാം നിനക്ക് വിരോധമായി സാക്ഷി പറയും. അടുത്ത് തുരു നിനക്ക് അതിന്റെ തുരുമ്പ് നിനക്ക് വിരോധമായ സാക്ഷി പറയും. അതാ ഈ ശരീരം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെയൊക്കെ കുറച്ചുകൂടെ ഞാൻ കടഞ്ഞെടുത്ത് പറയുകയാണ്. ഈ ശരീരം എന്ന് പറഞ്ഞ് വിശുദ്ധമാണ്. ഇത് ശരീരത്തിനകത്ത് നമ്മൾ ആഹാരം കഴിക്കുന്നു, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷപ്പെടുന്നുവെങ്കിലും ഇതിനകത്ത് ഈ ശരീരം അശുദ്ധപ്പെടുത്തേണ്ടതല്ല. ദൈവത്തിന് വേണ്ടി വിശുദ്ധമായിരിക്കണം. കർത്താവ് വരും, നിന്നെ ചേർക്കും. ആ ചേർക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ കറ ഇരിക്കാൻ പാടില്ല, ചുളുക്കം, മാലിന്യം, കോട്ടമൊന്നും ഇതിനകത്തും സംഭവിക്കാൻ പാടില്ല. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൊന്നും വെള്ളിയും നിനക്ക് വിരോധം, അതിന്റെ തുരുമ്പ് നിനക്ക് സാക്ഷി പറയും. അടുത്ത് പൊക്കിഷൻ. കണ്ടോ? പൊക്കിഷൻ ഞാനായിരുന്ന, നിങ്ങളായിരുന്ന പൊക്കിഷൻ ചേർക്കും. അടുത്ത് നിങ്ങളുടെ വയലിൽ അർത്ഥത്തില്ലേ വേലക്കാർ. നിങ്ങളുടെ വയലിൽ വേല ചെയ്യുന്നില്ലേ കൂലിക്കാരൻ? അവനൊരിക്കലും കൂലിക്കാരനെ പിടിക്കരുത്, ശമ്പളം പിടിക്കരുത്. എനിക്ക് ഞാൻ അല്പ സമയം കൂടെ എനിക്കുണ്ട്. പ്രൈസലോ. നിങ്ങളുടെ ശമ്പളം എന്ത് ചെയ്യരുത്. ഇപ്പൊ ആ വ്യക്തി, ഞാൻ എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നു, ഞാൻ അയാൾക്ക് ന്യായമായിട്ടുള്ള കൂലി കൊടുക്കണം. കൂലി എന്താ കൊടുക്കേണ്ടത്? ഇന്ന് 1000 ശമ്പളം ഉണ്ട്, 1000 രൂപ കൊടുക്കണം. ആ ശമ്പളം 1000 രൂപ കൊടുക്കണം. കൊടുത്താൽ നിനക്ക് എന്താണ് സന്തോഷം? അത് കൊടുക്കാൻ നിനക്ക് അതിൽ നീ എന്ത് ചെയ്തു? വെട്ടിപ്പിടിച്ചു. അതാ വെട്ടിപ്പിടിച്ചേ. അത് വെട്ടിപ്പിടിച്ചു എങ്കിൽ അത് നിന്റെ വീട്ടിൽ കിടന്ന് നിലവിളിക്കും. പ്രൈസലോ. ഉള്ളപ്പം കൊടുക്കണം. വേലക്കാരന്റെ കൂലി നീ എന്ത് ചെയ്യരുത്? പിടിക്കരുത്. സ്തോത്രം. അയാളെ എൻ്റെ വീട്ടിൽ വന്ന് വേല ചെയ്തു, ഞാൻ കൂലി കൊടുക്കണം. കൊടുത്തില്ല എങ്കിൽ എൻ്റെ വീട്ടിൽ കിടന്ന് നിലവിളിക്കും. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അത് നിലവിളിക്കും. കണ്ട യാക്കോബ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് സ്തോത്രം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വേല ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് വേല ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അന്ന് അങ്ങനെ മേശരിമാരെ വിട്ട് വേല ചെയ്യുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ചായ വാങ്ങിച്ചു കൊടുക്കും. അവർ ചോറ് കൊണ്ടുവന്ന ആഹാരം കഴിക്കുന്നേ എങ്കിലും 4 മണിയാകുമ്പോൾ അവർക്കൊരു ചായയും കടി കൊടുക്കും. ഒരു ചായ. ഈ ശമ്പളത്തിന്റെ നമ്മൾ കൊടുക്കണം, അവരെ ബഹുമാനിക്കണം. കാരണം നമ്മുടെ വീട്ടിൽ വന്ന് വേല ചെയ്യുന്നവരാണ്. വേല ചെയ്യുമ്പോൾ അവർക്ക് നന്നായിട്ട് ആഹാരം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആലയത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചു, അത് നിങ്ങളുടെ ദൈവമായിട്ടുള്ള ബന്ധമാണ്. അത് അധ്വാനിച്ചോ, അത് കാശ് വാങ്ങിക്കാതെ പോയി, അത് വേറെ വിഷയം. അത് ദൈവം നിങ്ങൾ. പക്ഷേ കൂലിക്കാരന്റെ കാശ് എന്ത് ചെയ്യാൻ പാടില്ല? പിടിക്കാൻ പാടില്ല. സ്തോത്രം. നിങ്ങൾ അതാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കാര്യം, ഒരു കശേര വാങ്ങിച്ചടാന്ന് പറഞ്ഞാൽ അതേ സ്തോത്രം, എത്രയും വേഗം ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു, അത് എത്രയും വേഗം നിങ്ങൾ പള്ളി എത്രമാത്രം നിങ്ങൾക്ക് നന്നാ, അതൊക്കെ നിങ്ങൾ എത്ര വേണം ചെയ്യണം. നമ്മൾ ഇവിടെയല്ല ഇത് സുരിവിക്കുന്നത്, അവിടെയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, കൂലിക്കാരന്റെ കാശ് എന്ത് ചെയ്യാൻ പാടില്ല? പിടിക്കാൻ പാടില്ല. സ്തോത്രം. അതേപോലെ വിദേശത്തിൽ വേല ചെയ്യുന്ന തന്റെ മക്കളുടെ കാശ് പിടിക്കാൻ അവർ നിങ്ങൾ വേലയ്ക്ക് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ദേവാലയത്തിന്റെ അടുത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവിടെ സ്തോത്രം, ഒരു വേലയ്ക്ക് കൊണ്ട് അവൻ രാവി
സ്തോത്രം. അവന്റെ പ്രാവൊക്കെ നമ്മുടെ വീട്ടിൽ വരും. അത് നമ്മുടെ മക്കൾ ചുമക്കണം. സ്തോത്രം. അത് നമ്മുടെ വീട്ടിനകത്ത് കിടന്ന് നിലവിളിക്കും. വേദപുസ്തകത്തിനകത്ത് പറയുന്നു, വായിച്ചിട്ടുണ്ടോ നിങ്ങള്? അത് നമ്മുടെ വീട്ടിൽ കിടന്ന് കൂവുമെന്ന്. നിങ്ങളൊന്ന് വായിച്ച യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലിരിക്കുന്നു. എനിക്ക് എല്ലാ വചനങ്ങളും എടുത്ത് എപ്പോഴും വചനങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യല്ലേ, അതുകൊണ്ട് ഇത് പറയാതിരിക്കാനും പറ്റിയില്ല, പറഞ്ഞേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഉള്ളിൽ ആമേൻ സ്തോത്രം, അതിൽ പറഞ്ഞിരിക്കുന്നു, അത് നിന്റെ വീട്ടിൽ കിടന്ന് എന്ത് ചെയ്യും? ഹല്ലേലൂയ, കൂവുമെന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 11-ാം വാക്യം, 17-ന്റെ 11-ാം വാക്യം വായിച്ചേ. അന്യായമായ ഐശ്വര്യത്തെ സമ്പാദിக்கிறവൻ മുട്ടയിട്ട് അടയെ കാത്ത് മതി മതി. അത് തന്നെ. ഈ കുഞ്ച് ഏതാന്ന് അറിയാമോ? കുഞ്ച് ഏതാന്ന് പറ സൗകര്യം, പറ. നീ പാടുമല്ലോ, നീ ഒന്ന് കുറച്ച് പറ സൗകര്യം, പറ. ഒന്ന് ശരിയോ തെറ്റാണ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ ചില ചോദ്യം ചോദിക്കുമ്പോൾ അവര് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്താ മോനെ ഇതിന്റെ കാര്യം എന്താ അറിയാവോ? ഔദാര്യമായുള്ള ഒരു കുഞ്ഞിനെ കുറിച്ച്, ആ ഒരു കുരുവിയെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പറയാവോ? ഒന്നുകൂടെ വായിച്ചേ. അന്യായമായ ഐശ്വര്യത്തെ സമ്പാദിக்கிறവൻ മുട്ടയിട്ട് അടയെ കാത്തും കുഞ്ചു പൊരിയാമൽ പോകുற ഔദാര്യക്ക് സമമായിരിക്കണം. എന്താണ്? പറ. സെന്റൻസുകളാ നിന്നൊക്കെ പറഞ്ഞു കൊടുന്നേ. നീ സെന്റൻസുകളാ ടീച്ചറല്ലേ? പിന്നെ വാങ്ങിയ പോത്ത് നീ സെന്റൻസുകളാ ടീച്ചറല്ലേ? ഒന്ന് പറഞ്ഞുകൂടെ കുഞ്ഞുങ്ങൾക്ക്? സ്തോത്രം. പറയാം. നിങ്ങൾ പറയത്തില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ ഇവിടെ കാണുന്ന കാക്കയെ കണ്ടുണ്ട്? കാക്ക. ഈ കാക്ക കൂട് വയ്ക്കും. കൂട് വെച്ച് അതിന് മുട്ടയിടും. മുട്ടയിട്ട് അത് അടകാക്കും. അടകാത്ത് വരുമ്പോൾ നമ്മൾ കൂട് വയ്ക്കാൻ അറിയാത്ത ഒരു സാധനമുണ്ട്, കുയില്. അവന് കൂട് വയ്ക്കാൻ അറിഞ്ഞൂടാ. അവൻ വന്ന് എന്ത് ചെയ്യും? ഈ മുട്ടയെ കൊത്തി കുടിക്കും. കാക്കയുടെ മുട്ടയെ കൊത്തി കുടിച്ചിട്ട് ആ മുട്ട തോടിനെ തൂടെടുത്തെറിയും. വേണേ അത് കഴിക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ കൂടിനെ, ആ മുട്ട തോടിനെ എടുത്ത് ദൂരെടുത്തെറിയോ, അതിന്റെ കുഞ്ഞിനെ അതിനെ കൊത്തി കുടിച്ചിട്ട് മറ്റൊരു ഭാഗം ഇത് മുട്ടയിടും. മുട്ടയിട്ടിട്ട് ഇവനങ്ങ് പോകും. പോയിട്ട് ഇവൻ അടകാക്കിയില്ല. അടകാക്കണ ആരാണ്? കാക്ക. സ്തോത്രം. അടകാക്കണത് കാക്ക അടകാത്ത് ആഹാരം കൊടുത്ത് അത് ശീലിച്ചു വരുമ്പോൾ ഒരു നാൾ അയാൾ എന്ത് ചെയ്യും? അയാളെ വേഷം കാണിക്കും. അയാൾ ഒരു ദിവസം കൂവില്ലേ? കൂവുമ്പോഴാണ് ഇവന്റെ തനി നിറം മാറുന്നത്, കാക്കയുടെ നിറം മാറുന്നത്. അതേപോലെയാണ് കൂലിക്കാരൻ അന്യായമായി നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരു നാൾ കൂവും. മിണ്ടിയില്ലല്ലോ. ഞാൻ ഇത്രയും വിവരിച്ചു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിക്കണം. അന്യായമായി അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി നമ്മൾ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഇരിക്കുന്ന ആലയത്തിന് ഇത്ര വളരെ ഒരു പാകത്തിൽ ഞാൻ അവിടെ ഇരിക്കണം. അവിടെ ഒരുപാട് എൻ്റെ പാകത്ത് നിന്ന് സ്തോത്രം ഇങ്ങനെ വെട്ടി ഒരു 3 ഭാഗം വെട്ടി അങ്ങ് എടുത്തു. റോഡുണ്ടായി. പക്ഷെ വലിയ ന്യായസ്ഥന്മാരവിടെ പറഞ്ഞു, ഞാനൊന്നും വേണ്ടി കൊണ്ടുപോകണം. ചോദിക്കാൻ വന്നവൻ നിനക്കിതോടെ എഴുതി തരാമെന്ന് പറഞ്ഞു. കാരണം അങ്ങനെ വന്നു. നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോ അങ്ങനെ വന്നു കേട്ടോ. പക്ഷെ അവനൊക്കെ ഇന്ന് ഈ ദേശത്തിനകത്തില്ല. ദൈവം അവിടെ നിർത്തി. ദൈവം നിർത്തി കേട്ടോ. പരിശുദ്ധാത്മാവ് കഴിവുകൊണ്ടല്ല ഇതൊക്കെ പറയുന്നേ, ദൈവകൃപയിൽ. കണ്ടോ, വേദപുസ്തകം ഞാൻ പഠിക്കുന്നുണ്ട്. ഇതാണ് വേദപുസ്തകത്തിനകത്ത്. സ്തോത്രം. നമ്മുടെ അന്യായമായിട്ട് ചിലർ പലിശയും കൊടുക്കുന്നു, ചിലർ 5 പൈസ 10 പൈസ ബ്ലേഡിന് കൊടുക്കുന്നു. പണമല്ലേ?
ഭയങ്കര അധ്വാനിയാണ്, ഭയങ്കര സമ്പാദ്യം, ഭയങ്കര പണമാ വരുന്നതെന്ന്. അങ്ങനൊന്നും വരട്ടെ, എൻ്റെ വീടിനകത്ത് വരുന്നത് നല്ലതാ, ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷെ മുട്ടയിടുന്ന കുയിലിന്റെ സമം, കുയിലിന്റെ സമം നമ്മുടെ വീട്ടിൽ വരുന്ന, നിന്റെ ഭർത്താവ് അധ്വാനിക്കുന്ന, വേദവസം പറയുന്നു, നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്ന, ഞാൻ ഉൽപ്പത്തി പുസ്തകം ശാന്തമാ നിങ്ങളുടെ അടുത്ത് പറയുക, സ്തോത്രം. ഈ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ കർത്താവിന്റെ കൽപ്പന ലംഘിച്ചപ്പോ, കൽപ്പനാ ലംഘനം പാപം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിന് ഒരു ശമ്പളമുണ്ട്, അത് മരണം. പാപത്തിന് ശമ്പളമുണ്ട്. ഞാൻ പാപം ചെയ്ത എനിക്കൊരു ശമ്പളമുണ്ട്, എനിക്കൊരു കൂലിയുണ്ട്, എനിക്കൊരു ശമ്പളമുണ്ട്, എനിക്കൊരു കൂലിയുണ്ട്. അത് ഞാൻ വാങ്ങിച്ചേ പറ്റൂ. അത് വാങ്ങിക്കാതെ പോകാൻ പറ്റില്ല. ന്യായാസനത്തിന്റെ മുൻപിൽ നമ്മൾ കടന്നു വരണം. അവനവന്റെ ശരീരത്തിൽ ചെയ്ത നല്ലതായിരുന്നാലും ചെറുതായിരുന്നാലും, തീയതായിരുന്നാലും നല്ലതായിരുന്നാലും ചെറുതായിരുന്നാലും ന്യായാസനത്തിന്റെ മുമ്പിൽ വന്ന് വാങ്ങിക്കണം. ഓഹരി വാങ്ങിക്കണം. മനസ്സിലാക്കണം. നമ്മുടെ വലിയ ധനവാന്മാരാണെന്ന് പറയരുത്. നമ്മുടെ വന്ന വഴി ദൈവം തന്നെ ഉയർത്തിയെങ്കിൽ നീ വന്ന വഴിയെ ചിന്തിച്ചു നോക്കണം. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കുടുംബം ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കാൻ നിനക്ക് കരയാൻ ഒരു സഭ ഉണ്ടായിരുന്നു, നിനക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ ഒരു സഭ ഉണ്ടായിരുന്നു, നിനക്ക് ഇടിവിൽ നിൽക്കാൻ ഒരു സഭ ഉണ്ടായിരുന്നു. നീ സ്വയം ഉയർന്നതല്ല, ദൈവം തന്നെ ഉയർത്തിയതാ. പ്രൈസ് ദി ലോർഡ്. നമ്മളാരും അങ്ങ് മിടുക്കായിട്ട് പറയരുത്. ചിലരങ്ങ് ഭയങ്കര മിടുക്ക് പറയും. ഹല്ലേലൂയ. മിടുക്കെന്ന് പറയാൻ നമ്മുടെ കയ്യിലൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ എന്ത് പറയുന്നിരിക്കുന്നു? സ്തോത്രം. ആ മുട്ട കാക്ക കൂട് വയ്ക്കുന്നു, അതിന് കൂട് വയ്ക്കാൻ അറിയാം. അത് കൂട് വയ്ക്കാൻ അറിയാം. ഞാൻ പലപ്പോഴും കാക്ക കൂട് വയ്ക്കുന്നത് ശ്രദ്ധിക്കും, കുരുവി കൂട് വയ്ക്കണ ശ്രദ്ധിക്കും. തൂക്കണാങ്കുരുവി കൂട് വയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തൂക്കണാങ്കുരുവി കൂട് വയ്ക്കുന്നു, തൂക്കണാങ്കുരുവി കണ്ടിട്ടില്ല? ഏറ്റവും സ്തോത്രം സായിപ്പിന് കണ്ടുപിടിക്കാൻ പറ്റില്ല തൂക്കണാങ്കുരിയുടെ കൂടെ. കണ്ടിട്ടുണ്ട്. തൂക്കണാങ്കുരുവി കൂട് വയ്ക്കും. പക്ഷെ സായിപ്പ് ഇതുവരെ തൂക്കണാങ്കുരിയുടെ കൂടെ എങ്ങനെ വയ്ക്കുമെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അമേരിക്കയിൽ തൂക്കണാങ്കുരുവി കൂട് വയ്ക്കുന്നു. പക്ഷെ കുരുവിയാണ്, ദൈവം സൃഷ്ടിച്ചൊരു സൃഷ്ടിയാണ്, ഒരു ചെറിയ പക്ഷിയാണ്. എൻ്റെ വീടിന്റെ കുറച്ച് അപ്പുറമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെ, സ്തോത്രം. ഒരു ഓലത്തുമ്പിനകത്ത് കൂട് കെട്ടുന്നു. എന്തോ ഒരു മനോഹരമാണ്. അതിനെ കർത്താവ് നിങ്ങൾ പഠിക്കണം. തൂക്കണാങ്കുരുവി കൂട് കെട്ടുമ്പോൾ വളരെ മനോഹരമായി കൂട് കെട്ടും. അത് 2 ജോഡിയാണ്, ഭാര്യയും ഭർത്താവാണ്. അതേപോലെ കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും ചേർന്ന കുടുംബത്തെ പണിയാൻ. അങ്ങനെ പണിയുന്നവരല്ലേ പറഞ്ഞോട്ടെ? അത്ര സന്തോഷമില്ലെന്നോ? നമ്മുടെ അമ്മമാരെ സ്നേഹിക്കണം. അമ്മ ഇരിക്കുന്നതുകൊണ്ടാണ് നിന്നെ എത്രയും വളർത്തിയത്. അമ്മയുടെ ചൂട്, അമ്മ നിന്റെ മേൽ കരം വയ്ക്കുമ്പോൾ ഒരു അനുഗ്രഹമാണ്. അമ്മ നിന്റെ മേൽ ഒരു കരം വയ്ക്കുമ്പോൾ ഒരു അനുഗ്രഹമാണ്. മക്കളെ എന്ന് വിളിക്കുമ്പോൾ അതൊരു ഭയങ്കര ഇൻപമാണ്. ആ വിളി അവരുടെ ഹൃദയത്തിന് ആളത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അതൊക്കെ ചിന്തിച്ചു നോക്കണം. സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ സന്നിധാനത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ ദൈവാത്മാവ് പറയുന്ന അതിനെ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഒരുത്തൻ ചോദിച്ചു, ഗുരു, ഞാൻ അങ്ങയുടെ കൂടെ വരട്ടെ എന്ന്. ഒരുത്തൻ ചോദിച്ചു. ചിലവർക്ക് അങ്ങനെയുള്ള ആഗ്രഹമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം, അതൊരു പോയിന്റ് എൻ്റെ മുൻപിലേക്ക് വരുന്നോണ്ടാണ് ഞാൻ അത് പറയുന്നത്. എൻ്റെ പോയിന്റ് വിട്ടു പോവുകയാണ്. എങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 2 വിഷയം നിങ്ങൾ എന്താ പറയുന്നത്? ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സൺഡേ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത്, സ്തോത്രം, എന്താ സൗകര്യം? ആദ്യത്തെ 19-ാം വാക്യത്തിൽ യേശുവിന്റെ മുമ്പിൽ അവൾ പോകാൻ വേണ്ടി ശ്രമിച്ചു. ഒരു സൺഡേ ക്ലാസ്സിന് ഒരു ഉപകാരമായി തീരട്ടെ ഇത്. മക്കളൊന്ന് പറ. താഴെ ഇറങ്ങി വരണോ? പറ, കേക്കട്ടെ. പറയാൻ പറ്റില്ല. മാഷ് പറയുന്നു.
ഞാൻ കഴിഞ്ഞ ദിവസം ദൈവത്തോട് ഞാൻ ഈ അധ്യായം വായിച്ചു ഞാൻ പെട്ടെന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ വായിക്കാറില്ല, ചെറുതായിട്ട് ഞാൻ വായിക്കാറുള്ളൂ. പ്രൈസലോ ഹല്ലേലൂയ. ഞാൻ ദൈവവേല ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ ഒരു കഴിവ് പോരാ. എങ്കിലും ദൈവത്തോടെ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് പിന്നെയും വായിച്ച് ഞാൻ ബുദ്ധി ചോദിച്ചു, കർത്താവ് ഈ വചനം എന്താണ്? അതിന് മേൽഭാഗത്തിനും താഴെയും പറഞ്ഞു, ഈ 2 വാക്യമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഒരു മലയാളത്തിൽ, മലയാളി ഇവിടെ ആരെങ്കിലും ഇല്ല, വേദശാസ്ത്രി എന്നാണ് അതവിടെ പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിവിടെ വേദപാരകൻ, വേദത്തെ പഠിപ്പിക്കുന്നവൻ, അത് താരതമ്യപ്പെടുത്തി അതിനെ പഠിപ്പിക്കുന്നവൻ, PhD വരെ എടുത്തിരിക്കും. അതാണ് ശാസ്ത്രി എന്ന് ഒരു പട്ടവനുണ്ട്. അവനെ കുറിച്ച് പറഞ്ഞു. യേശു പറഞ്ഞ ഒരു കാര്യം, അവൻ പറഞ്ഞത്, യേശുവേ ഞാൻ നിന്നോട് വരാൻ നിൽക്കുന്നു. അപ്പൊ യേശു പറഞ്ഞത്, അടുത്ത പദം, നരികൾക്ക് കുഴികളുണ്ട്, പറവകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടമില്ല. നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഞാനൊന്ന് പറഞ്ഞു തരാം. ഇവനെ കുറിച്ച് പറഞ്ഞത് യേശുവിനെ പിൻഗമിച്ചു പോകുവാനാണ് അവൻ ആഗ്രഹം. യേശുവിന്റെ അത്ഭുത പ്രവൃത്തി, യേശുവിന്റെ വീര്യപ്രവൃത്തികളെ കണ്ടപ്പോൾ യേശുവിനെ പിൻഗമിച്ചു പോകുവാൻ ആഗ്രഹമാണ്. പക്ഷേ ഇവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദപാരകൻ, അല്ലെങ്കിൽ വേദത്തെ കുറിച്ച് പഠിപ്പിക്കുന്നവൻ, സ്തോത്രം, നല്ല പട്ടമെടുത്തവൻ, നല്ല അധികാരമുള്ളവൻ, കഴിവുള്ളവനാ. പക്ഷെ ശാസ്ത്രി. പക്ഷെ ഒരു കാര്യം, സ്തോത്രം, യേശുവിനെ പിൻഗമിച്ചു പോകാനും കൊതിച്ചവൻ ഈ വചനത്തിൽ നിന്ന് മാനസാന്തരത്തെ പ്രസംഗിച്ചിട്ടില്ല, വേറുപാടിനെ പ്രസംഗിച്ചിട്ടില്ല, സത്യം പ്രസംഗിച്ചിട്ടില്ല, കൃപയെ കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല, നിത്യനാഴ്ചത്തെ കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. പഠിപ്പുകളും സർട്ടിഫിക്കറ്റുകളും ഉണ്ട് എങ്കിലും ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കാത്തവൻ ഇവൻ എവിടെ വരുന്നു? യേശുവിനെ പിൻഗമിച്ചു പോകുവാൻ വരുന്നു. യേശു പറഞ്ഞത് എന്താണ്? എന്നെ അനുഗമിക്കുന്നതും തന്നെത്താൻ ഇവിടുത്തെ തന്റെ ക്രൂശ് എടുത്ത് തന്നെ, അതാണ് യേശു പറഞ്ഞത്. പക്ഷെ ഇവൻ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നു? യേശുവോടുകൂടെ നടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. യേശു ഇത് കണ്ടിട്ടാണ് പറഞ്ഞത്, എടാ, നരികൾക്ക് കുഴിയുണ്ട് കേട്ടോ, പറവകൾക്ക് കൂടുണ്ട് കേട്ടോ, മനുഷ്യപുത്രനെ തല, ഞാൻ മനുഷ്യാവതാരം എടുത്തു വന്ന ഞാൻ, മനുഷ്യനായി സഞ്ചരിച്ച ഞാൻ, മനുഷ്യാവതാരം സ്വർഗ്ഗ ഉന്നതം പിതാവിനായ ഇഷ്ടത്തിന് ഞാൻ ഇവിടെ വന്ന്, സ്തോത്രം, എന്റെ ജീവനെ ജനത്തിന് വേണ്ടി കൊടുക്കാൻ വന്ന ഞാൻ, നീ എനിക്ക് തല ചായ്ക്കാൻ ഒരു കുഞ്ഞിനെ നീ പഠിപ്പിച്ചില്ല. അതാ ഇവിടെ പറഞ്ഞു. പള്ളികൾ ഒരുപാടുണ്ട്, പഠിപ്പീർ ഒരുപാടുണ്ട്, പക്ഷെ അവിടെ അധികാരങ്ങൾ ഉണ്ടെങ്കിലും എന്ത് പഠിപ്പിച്ചില്ല? മാനസാന്തരം പഠിപ്പിച്ചില്ലെന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ല? അതില്ല. അവനോട് യേശുവിനെ പിൻഗമിച്ചു പോകാനാണ് ആഗ്രഹിച്ചത്. യേശുവിനെ പിൻഗമിച്ചാണ് പോണത്. യേശു ദൈവപുത്രനല്ലേ, അവനെ പിൻഗമിച്ചു പോകുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോ അന്നേരം അവന് കൊടുത്ത മറുപടിയാണ് 3 കാര്യം. നരികൾക്ക് കുഴിയുണ്ട് കേട്ടോ. നരികൾ ആരും സ്തോത്രം എവിടെ ചെന്ന് ഉറങ്ങുന്നു? സ്തോത്രം അല്ല മലകളിലോ ഗുഹകളിലോ അല്ല ഗുഹയുടെ അകത്തോ ഏതെങ്കിലും പൊന്തുകളിനകത്ത് കിടന്ന് ഉറങ്ങുന്നു. പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന് ഒന്ന് തലചായ്പാൻ ഇടമില്ല. സ്തോത്രം. എന്തുകൊണ്ട് ഇടമില്ലാത്തത് അവന്? എന്തുകൊണ്ടാണ് ഇടം കൊടുക്കാത്ത? ഈ വേദപുസ്തകത്തെ നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. അവിടുത്തെ പുരോഹിതന്മാരുടെ കാര്യം. ഇന്ന് വലിയ പള്ളികൾ ഇരിക്കുന്നുണ്ട്, വലിയ അധികാരങ്ങൾ ഇരിക്കുന്നു, പക്ഷെ വേർപാടിനെ കുറിച്ച് പറയുന്നില്ല, സത്യത്തെ പറയുന്നില്ല, കൃപയെ കുറിച്ച് പറയുന്നില്ല, പരിശുദ്ധാത്മാവിനെ പറയുന്ന മുഴുകി സ്നാനം പറയുന്നില്ല. ഇപ്പം എല്ലാ ഇടങ്ങളിലും എന്ത് ചെയ്യുന്നു? ചിലയിടങ്ങളിൽ അവിടെ എവിടെയാ മുഴുകി സ്നാനം കൊടുക്കുന്നുണ്ട്. കാരണം ജനം തെറ്റി പോകരുത്. കണ്ടോ യേശു പറഞ്ഞ മറുപടി? യേശുവിനെ പിൻഗമിച്ചു പോകാൻ എല്ലാവർക്കും ആഗ്രഹമാണ്, പക്ഷെ യേശുവിന്റെ ഉപദേശം കേൾക്കാൻ ഇഷ്ടമില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നോക്കണം. സ്തോത്രം, ഞാൻ ആ പാകത്ത് അവിടെ വിടുന്നു. ദൈവത്തിന്റെ വചനം മടങ്ങി വരാൻ. അപ്പൊ ഇവിടെ എന്ത് പറയുന്നു? പറവകൾക്ക് എന്തുണ്ട്? കൂടുണ്ട്. യെരമ്യാവ് പറഞ്ഞിരിക്കുന്ന ഈ അനുഭവം വിടണം. സ്തോത്രം. വേലക്കാരുടെ, ഞാൻ അവിടെ പ്രസംഗിച്ചു വന്ന്, വേലക്കാരുടെ കൂലി എന്ത് ചെയ്യരുത്? പിടിക്കരുത്. വേലക്കാരുടെ കൂലി പിടിക്കരുത്. ഒരു കാശ് പിടിക്കരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എടാ, ഇത് ഒന്നുമില്ലായ്മ നിർമ്മിച്ചവനല്ലേ? സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇത്രയും നിങ്ങളുടെ കണ്ണുനീരിന്റെ ഫലമായിരിക്കും ഈ ആലയം വളർന്നത്.
ഇത് ദൈവദാസൻ ചിന്തിച്ചതല്ല, ദൈവദാസന് ദൈവം കണ്ടിരുന്നു. താനൊരു പരദേശിയായി സഞ്ചരിച്ചു. ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നപ്പോൾ സഞ്ചരിച്ച കാലങ്ങളിൽ ദൈവം കുറിച്ച കാലമുണ്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ പുള്ളിയെ നിങ്ങൾ കണ്ടില്ല, ദൈവദാസൻ നിങ്ങളെ കണ്ടിട്ടില്ല. അപ്പൊ ദൈവം നേരത്തെ കണ്ടിരുന്നു, ഇവിടെ കൊണ്ട് നിർത്തി. വേല വളർന്നു, അത് കർത്താവ് വളർത്തി. കർത്താവ് എന്ത് ചെയ്തു? വളർത്തി. കർത്താവ് വളർത്തിയാൽ ആർക്കും ചോദ്യം ചോദിക്കാൻ ആർക്കും പറ്റിയില്ല. ചോദിക്കാൻ പറ്റുമോ ദൈവദാസനെ? ചോദിക്കാൻ ആർക്കും പറ്റിയില്ലെന്നേ. അത് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ചോദിക്കാൻ പറ്റിയില്ല. അത് ചോദ്യം ഇടുന്നവൻ പൊട്ടിപ്പോകും, ചോദ്യം ഇടുന്നവൻ കുരുങ്ങിപ്പോകും. കാരണം മോശയോട് ചോദ്യം ചോദിക്കാൻ നമുക്ക് വ്യവസ്ഥ ഇല്ല. അത് നമ്മൾ പഠിക്കണം. മോശയോട് ചോദ്യം ചോദിക്കാൻ വ്യവസ്ഥയില്ല, ചോദിക്കാൻ പാടില്ല. എന്താണെന്ന് ചോദിക്കാൻ പാടില്ല. മോശ എങ്ങോട്ട് പോകുന്നു നമുക്ക് ചോദിക്കാൻ പാടില്ല. നീ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. സ്തോത്രം. സകലതും ദൈവത്തിന്റെ സേന കീഴടങ്ങിയിരിക്കണം. ഒരു സ്തോത്രം പറഞ്ഞില്ല. അതുകൊണ്ട് വേദപുസ്തകം എന്ത് പറയുന്നു? സ്തോത്രം. വേദപുസ്തകം മുട്ടയിടുന്ന സ്തോത്രം ഈ കുയിലിന്റെ സമമാണ്. അങ്ങനെ നമ്മളായിത്തീരുന്നത്. അതിന് വേലക്കാരന്റെ കാൽസ് എന്ത് ചെയ്യരുത്? നീ പിടിക്കരുത്. സ്തോത്രം. യാക്കോബ് പറയുകയാണ്. അത് കഴിഞ്ഞ് വായിച്ചേ, കൂലിക്കാരനെ രണ്ടുപേരും വായിച്ചു. രണ്ടുപേർ തീർന്ന വേണ്ട. കൂക്കല ഇപ്പൊ കേട്ടോ, കുയില് കൂവുന്നുണ്ടോ? വീട്ടിൽ കിടന്ന് കൂവുന്നുണ്ടോ? ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? അതാ കഷ്ടം മാറാത്ത, അതാ വീട്ടിൽ കഷ്ടം മാറാത്ത. എല്ലാവരും പറയും എന്റെ വീട്ടിൽ കഷ്ടം മാറുന്നില്ല, എന്റെ വീട്ടിൽ കടഭാരം മാറുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. കള്ളം പറയും പോലെ വേറൊരു ആരും കള്ളം പറയില്ല. ഭയങ്കര കള്ളം പറയും കേട്ടോ, പച്ചൈ കള്ളം പറയും. പാച്ചൈ കള്ളം. ഞാൻ അനേവരെ ശ്രദ്ധിക്കുന്നു. ഞാനൊരു സഭയിലിരിക്കുന്ന ദൈവമക്കളെ, പാച്ചൈ കള്ളം പറയും. അതാ ഇന്നലെ പറഞ്ഞു, ഈസാക്ക്, യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, പൗലോസ് മാത്രമില്ല. സ്തോത്രം. എത്ര സംഭവങ്ങളെ എനിക്കറിയാൻ കഴിയും. നമ്മുടെ ആവിലും കഴിയുന്നവിടെ. എടോ, നീ കള്ളം പറഞ്ഞ നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, നിന്റെ കൃപ പോയി. സ്തോത്രം. കണ്ടോ ഇന്നലെ ദുഃഖിച്ചത്? ദാവീദ് ദുഃഖിച്ചു. എന്താ ദുഃഖിക്കാൻ കാരണം? അവൻ ചെയ്ത തെറ്റിനെ മറച്ചു, ദൈവം അവനെ വിട്ടില്ല. സ്തോത്രം. ഒരു നാൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്ന സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന് ഇത് കഥയാണ് കേട്ടോ. ഇത് കഥ പറയാതിരിക്കാമല്ലോ. ഇത് കഥയില്ലേ, കഥ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയില്ലേ? വേദപുസ്തകം ഒരു കഥയായി നിറഞ്ഞു നിൽക്കുകയില്ലേ? സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദുഃഖം കണ്ടോ, നമ്മുടെ ശരീരം മുടിവില് ഉലൈന്തു പോകും. എന്താ പറഞ്ഞിരിക്കുന്നത്? 5:11 സദൃശ്യവാക്യം. അതല്ലേ അതല്ലേ സദൃശ്യവാക്യം 5:11. മുടിവിലെ ഉൻ മാംസം ഉൻ ശരീരവും ഒരു വഴി വേണ്ട. ഇതെപ്പോഴാ അലയുന്നേ? അന്തിമ സമയം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇത് അന്തിമ സമയം. അവന്റെ ആരോഗ്യം, അവന്റെ വിലയൊക്കെ സഹിച്ചു പോകും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാപത്തിനൊരു ശമ്പളം മരണം. അതിന് ശമ്പളമാണ്, ശമ്പളം ഉണ്ട്. വിലത കൂലി. അതിവിടെ നിന്നാ ഞാൻ തുടങ്ങിയ ഈ കൂലി. അത് കൂലിയുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ കിടക്കുന്നത് പാപം, നമ്മുടെ വാതിക്കൽ കിടക്കുന്നത്. അതിന് പാപം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, പാവം നിങ്ങളെ വീട്ടിനകത്ത് ഒരു തെളിവായിട്ട് ഞാൻ തരാം. നിങ്ങളെ വീട്ടിൽ പട്ടി വളർത്തുന്നു വെച്ചോ. ഇവിടെ പട്ടി വളർത്തുന്നു തോന്നുന്നു. പട്ടി വളർത്തുന്നത് പാടില്ല, പോട്ടെ, ഞാൻ ആ ഭാഗം വിടുന്നു. സ്തോത്രം. ഞാനിപ്പോ ഹല്ലേലൂയ ആ ഭാഗത്ത് ഞാൻ വിടുന്നുണ്ട്. സ്തോത്രം. എനിക്കിങ്ങനെ ഒരു സ്വഭാവമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കഴിഞ്ഞ നാളൊരു പട്ടി കടിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു, പട്ടി ഇനി നീ എന്ത് ചെയ്യില്ല, കടിക്കില്ല. പിന്നെ ഞാൻ അടുത്ത ആഴ്ച പോയ പട്ടി കടിച്ചില്ല. അയാള് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു എൻ്റെ ജോലിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് പറയാനും പോവില്ല. സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന പട്ടി,
നിങ്ങൾ വളരെ സ്നേഹിച്ചു വളർന്നത്, അത് വീട്ടിൽ വരത്തില്ല. നിങ്ങൾ നടയിലെ അടുത്ത് ചെന്ന് ചോറുണ്ടോണ്ടിരിക്കുന്നു, ആ പട്ടി ഇങ്ങോട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കഴിക്കുന്ന ആഹാരം അതിന്റെ വാസന എടുത്ത് അതിന് ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതേപോലെയാണ് ആമേ സ്തോത്രം. അത് അങ്ങോട്ട് നോക്കിയിരിക്കത്തില്ല, അത് ഇങ്ങോട്ട് നമ്മളെ നോക്കിക്കൊണ്ട്. അതേ പാപം എന്ന് പറയും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ പാപം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഈ പാപത്തിന്റെ ശമ്പളം നമ്മൾ വാങ്ങിക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് വേദവസ്തു എബ്രായർകള് അതെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാമത്തെ 10-ാം വാക്യം ഒന്ന് വായിച്ചു നോക്ക്. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, അവന് ശരീരത്തില് നല്ലതായാലും, ജനം കേട്ടാലും കേട്ടില്ല, ഒന്ന് വായിച്ചരേ ഒന്നൂടെ. അവനവന് ചെയ്ത നന്മയ്ക്കായാലും തിന്മയ്ക്കാകിലും തക്കവലമടയും പിടി. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ വരണം. വെളിപ്പെട്ടേ പറ്റും. അവിടെ അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. സ്തോത്രം. അവനവന് ചെയ്യുന്നതിന്റെ പ്രവൃത്തി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മളത് മനസ്സിലാക്കണം. കുടുംബത്തിനകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വചനം നമ്മളെ ന്യായവിധി കൊണ്ടുവരും. കുടുംബത്തിനകത്ത് അമ്മയെ മറച്ചു വെച്ച മകൾ പാപം ചെയ്യാനോ ലോകത്തിലെ കള്ളം പറഞ്ഞോ ലോകദോഷങ്ങളിലേക്ക് നമ്മൾ നീങ്ങരുത്. സ്തോത്രം. ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് ചാടി ആമേ സ്തോത്രം ഹല്ലേലൂയ കാമുകനെ കണ്ടെത്തി പോകുക. സ്തോത്രം. അതൊന്നും പാടില്ല. അമ്മയപ്പന് നീ ദുഃഖം കൊടുക്കരുത്. ഇതൊക്കെ ആരും പറയാറില്ല. ദൈവം നിന്നെ ഉയർത്തുന്നു. നിനക്ക് സമയാവ നീ ആമേ മാന്യമായിട്ട് വീട്ടിൽ ഇരുന്ന് നോക്ക്. നിനക്ക് മാന്യമായ നല്ല കുടുംബജീവിതം ഉണ്ടാകും. മാന്യമായ നല്ല പ്രവൃത്തി നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയോ ഒന്നിനെ 3 ദിവസത്തിനകത്ത് ചിരിച്ചു കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം നീയില്ല ഞാനില്ല നീയില്ല എന്ന് പറയുന്നുകൊണ്ട് നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. അമ്മയപ്പനെ അറിയണം. അത്ര അതിനല്ലേ വളർത്തുന്നേ, നിനക്ക് ചോറ് തന്ന് വളർത്തുന്നേ. മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് അനേകരുടെ ജീവിതം അങ്ങനെയല്ല, വേറൊരു രീതിയില്ല. സ്തോത്രം. വേറെ രീതിയില്ല. പാപം എന്ന് പറയുന്ന അവർക്കൊരു ഒരു എന്താ പറയുന്ന അവർക്കൊരു ചിന്തിക്കാൻ പോലും കഴിയില്ല. ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയാത്ത ജീവിതമാണ്. അതുകൊണ്ട് വേദവസ്തം പറയുന്നത് അമ്മ അറിയാതെ ഒരു കാര്യം നീ ചെയ്യരുത്, അപ്പൻ അറിയാതെ ഒരു കാര്യം ചെയ്യരുത്. സ്തോത്രം. ഏതോരുത്തം വന്ന് ചിരിച്ചു, ചിരിച്ചു എന്ന് പറയുമ്പോൾ മൊബൈലിൽ കൂടെ നീ കണ്ടു, അവനെ ചിരിച്ചു. അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ എന്റെ വീട്ടിനകത്ത് ഒരിക്കൽ ഒരുത്തൻ വരുന്നു എങ്കിൽ അവൻ എന്തിനാ വരുന്നതെന്ന് നീ ചിന്തിക്കേണ്ട കഴിവ് വേണം. ഒരു കുഞ്ഞ് വേടി ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു നേരത്തെ അതിലെ നോക്കി ഒന്ന് ചിരിച്ചു എങ്കിൽ അവൻ വീണ്ടും അതിലേ പോകുമ്പോൾ ചിരിക്കുന്ന നീ ദൂരം നോക്കിക്കൊണ്ട് പോകണം. അതാണ് എന്റെ അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുടുംബത്തിന് മാതൃക ഉണ്ടായിരിക്കണം. കുടുംബം നല്ല ചിട്ട ഉണ്ടായിരിക്കണം. അമ്മയ്ക്ക് നീ വേറെ ദോഷം ഉണ്ടാക്കി കൊടുക്കരുത്, അപ്പന് വേറെ ദോഷം ഉണ്ടാക്കി കൊടുക്കരുത്, സഭയ്ക്ക് നീ വേറെ ദോഷം ഉണ്ടായിരിക്കുക. ഇന്ന സഭയിൽ പോകുന്ന കുഞ്ഞാണ്, ഇന്ന സഭയിൽ പോകുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ നിനക്ക് അതിനൊരു പേര് ദോഷം നിനക്കുണ്ടാക്കി കൊടുക്കരുത്. ദൈവവചനമാണ്. ദൈവവചനം തന്നെ ന്യായം വിധിക്കും. കണ്ടോ വേദവസ്തം പറയുന്നത് അവനവനോ നല്ലതായാലും തീയതായാലും ദൈവത്തിന് ന്യായാസനത്തിന് മുമ്പിൽ വന്ന് നിൽക്കണം. കൂലി വാങ്ങിക്കാൻ, ശമ്പളം വാങ്ങിക്കാൻ അത് വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റിയില്ല. കർത്താവ് തരുന്ന നീ വാങ്ങിക്കണം. സ്തോത്രം. നീ മാന്യമായി നടന്ന ദൈവം തന്നെ ഉയർത്തും, ദൈവം തന്നെ അനുഗ്രഹിക്കും. അമ്മയുടെ കണ്ണുനീര് നിനക്കൊരു അനുഗ്രഹമായി തീരും. അപ്പന്റെ കണ്ണുനീര് നിനക്കൊരു അനുഗ്രഹമായി തീരും. സഭയുടെ കണ്ണുനീര് നിനക്കൊരു അനുഗ്രഹമായി തീരും. അവർ വന്ദനം പറയും, ഈ സഹോദരി അല്ലെങ്കിൽ കുഞ്ഞ് ഇത്രയും വർഷം ഇവിടെ ജീവിച്ചിരുന്നു, ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന്. ഹല്ലേലൂയ. നേരം പോക്ക് തന്നെയാണ്. കുറച്ചൊക്കെ ഡിമാൻഡ് എടുത്ത് കാണിക്കരുത്. കൃപയിൽ നിന്നാൽ കൃപ തന്നെ വളർത്തും. മനസ്സിലാകുന്നുണ്ടോ സഹോദരിമാരെ? ഉപദേശോ അമ്മ അറിയാതെ ഒരു പ്രേമം ഉണ്ടാകരുത്. അമ്മയിൽ ഒരുപാട് ഒന്നും തരാൻ നിനക്കില്ല, നിനക്കൊന്നും തരാനൊന്നുമില്ല. ചിലർ ചോദിക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേന്ന്. കഴിഞ്ഞ ഒരു ചെറുക്കൻ ചോദിച്ചു എനക്ക് എണ്ണ ഉണ്ടാക്കി വെച്ചേന്ന്. ഞാൻ അറിഞ്ഞു. ഇതൊക്കെ വിശ്വാസികളെ ചോദിക്കുന്നേ, അമ്മമാരോട് ചോദിക്കുന്നത്. അവര് കരയുകയാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ വേദവസ്തം പറയുന്നേ, മുടിവിലെ
നീ ഇവിടെ നിന്ന് ഓരോന്ന എണ്ണി എണ്ണി പറയണം. സ്തോത്രം. ഒരുപാട് കാര്യം പഠിക്കണം. നമ്മളിങ്ങനെ കൈയടിച്ചതുകൊണ്ട് ആത്മാവ് നിറഞ്ഞ് ഞാൻ സ്വർഗ്ഗത്തിൽ പോകുന്നു പറയണം. അതൊക്കെ ഒന്നും അല്ലെന്നേ. വിശ്വാസത്തെ കുറിച്ച് പഠിക്കണം, കൃപയെ കുറിച്ച് പഠിക്കണം, താഴ്ന്നിരിക്കണം, അനുസരണം. ഞാൻ ഇന്നലെ ദൈവത്തിന്റെ വചനം പറഞ്ഞല്ലോ, അത്ര സൗകര്യമായി ഭർത്താവിന് കീഴടങ്ങി. അബ്രഹാമിന്റെ വാക്കിനെ അഡോണായി. ഇവിടെ ഇരിക്കുന്ന സൗകര്യമായുടെ ആ ഭർത്താവ് വിദേശത്തിലടക്കുന്ന ചൂടേറുന്ന മരുഭൂമിയിൽ അധ്വാനിച്ച് പോയിടുന്നേ. ആ കാശിന് വില കാണിക്കണം. ആ കാശെടുത്ത് നീ അരി വാങ്ങിച്ചു തിന്നുമ്പോൾ അവിടെ നോക്കണം, സ്വർഗത്തെ നോക്കണം. സ്വർഗത്തിൽ നിന്നാ ഇതൊക്കെ വരുന്നേ, നിന്റെ കഴിവ് കൊണ്ട് വരുന്നതല്ല. ശ്രദ്ധിക്കണം. വേദപുസ്തകം പറയുന്നത് മനസ്സിലാക്കണം. അതാ വേദപുസ്തകത്തെ ഇന്ന് അനുസരിക്കാൻ വലിയ ബുദ്ധിമുട്ട്. എല്ലാവരും പറയും ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയും. ഞാനൊന്നാൽ ഇതേപോലെ എത്ര അനുഭവം എൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്നു. ഇതേപോലെ എത്ര അനുഭവം മുറിയ കർത്താവിൻദാസന്റെ ഉള്ളിൽ കാണും. നിങ്ങൾ ചിന്തിക്കണം. കുടുംബം എന്ന് പറയുന്നത് ഇൻപം, അതിനകത്ത് സന്തോഷം ഉണ്ടാകണം. അനുസരിക്കുവോ? എല്ലാം ഇടലൊക്കെ എല്ലാം രാവിലെ മറ്റൊക്കെ തൂക്കുവോ? അമ്മ 6 മണിക്ക് എണ്ണിച്ചാ പിള്ള 8 മണിക്ക് തന്നെ എണ്ണിക്കും. പിന്നെ 8 മണി 8:30 എണ്ണിക്കണം. അമ്മായിയമ്മ 6 മണിക്ക് എണ്ണിക്കുമെന്ന് ഒരു 9:15 എണ്ണിക്കണം. പിന്നെ സ്തോത്രം. അങ്ങനെയല്ലേ എണ്ണിക്കാനും പറ്റും. ധൈര്യമായിട്ട് റെഡിയാക്കി വെച്ചിട്ട് അവിടെ വെച്ചിരിക്കണം. കൊണ്ട് എഴുന്നേറ്റ് കണ്ണും തിരിഞ്ഞുകൊണ്ടിരും. അമ്മ അതെ വെള്ളം കുടിക്കി എന്ന് പറയണം. അതാ കരിസന. അല്ലേ ലിയ കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മളൊക്കെ വരുന്നത് നമ്മളെ ഈ സൂചിമനയിൽ നിർത്തിക്കളയും. അതിനെ നമ്മളെ ഇന്ന് സൂചിമനയില് നിർത്തിക്കളയും. നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രിയ കർത്തൃദാസനെ ഞാനുമായിട്ടുള്ള എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു. ആരടുത്തോ പറഞ്ഞു. ആരടുത്ത് പറഞ്ഞു. ഞങ്ങള് ഒരു ദിവസം പ്രാർത്ഥിക്കാൻ കടന്നുപോയി. എവിടെ? കൊലസേരത്തിൽ. അവരെ വീടില്ല. പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾക്കൊന്നും ഇല്ല. അപ്പൊ അവിടെ നിന്ന് 2-3 മുട്ടയോ എന്തോ വാങ്ങിച്ചോണ്ട് ഞങ്ങള് ഒരു ചട്ടിയിലിട്ട് വ്യാപിച്ച്, ചട്ടി എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ തിളപ്പിച്ച് അതിനകത്തൊരു മുട്ടയും യാത്തൊക്കെ ചുട്ടോ എന്തരൊക്കെയാണ് ഞങ്ങൾ കഴിച്ച് അവിടെ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വന്നത്. കാട്ടു ചാപ്പാട് തന്നെ ഞങ്ങൾ കഴിച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ പോയത്. ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട്. അതാണ് ഞങ്ങളെ ശരീരം ക്ഷയിച്ചു പോയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞതാണ്. കൂടെ കൂടെ ഞാനിത് ഓർക്കാറുണ്ട്. സ്തോത്രം. പ്രൈസലോ പ്രൈസലോ ഹല്ലേലൂയ. താൻ കല്യാണം കഴിഞ്ഞ സമയമാ ഇതൊക്കെ. ശേഷം ഞാനും കല്യാണം കഴിഞ്ഞ സമയമാ. സ്തോത്രം. അന്ന് ഈ സഭ ഒന്നും ഇത്ര ഒന്നും വളർന്നിട്ടൊന്നുമില്ല. അതൊക്കെ മനസ്സിലാക്കണം. പിള്ളേരൊക്കെ മനസ്സിലാക്കണം. അപ്പനൊക്കെ വളർന്നിട്ടുള്ള പാടുകൾ, അങ്ങനെയുള്ള പാടുകൾ നിങ്ങൾക്ക് ഇന്നില്ല. ഇല്ല മക്കളെ, ഇല്ല. നിങ്ങൾക്ക് ആ ഒരു അനുഭവം വരുമ്പോ ഇപ്പൊക്കെ നിങ്ങൾ സന്തോഷമായി നിങ്ങൾ ജീവിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചതുപോലെ അമ്മമാരെ അനുഭവിച്ചതുള്ള കഷ്ടപ്പാട് നിങ്ങളുടെ മക്കൾ നിങ്ങൾ കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്നു എങ്കിൽ അതിന്റെ വില എന്താണ് അറിയുമായിരുന്നു. അല്ലേ മക്കളെ? എന്നൊക്കെ ഇടുന്ന തുണി അമ്മ അന്ന് ഇടിയില്ല. അമ്മ ഒരു ചാരമായിരിക്കും മറച്ചു. അതും വില കുറഞ്ഞ തുണി എവിടെയെങ്കിലും കിട്ടുമോന്ന്, വില കുറഞ്ഞ് ഇനിയും 10 രൂപ കുറഞ്ഞത് കിട്ടുമോ എന്നാണ് നോക്കുന്നത്. ഇന്ന് അമ്മ ഇത് കണ്ടത് ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടാ വന്നേ. പിന്നെ ഉള്ളതില്ല, അതോ കാര്യമില്ലേ പറയുന്നേ? ചിരിക്കാൻ തോന്നുന്നു പറയാം. ഉള്ളതില്ലേ പറയാം. അടയാളപ്പെടുത്തി വെച്ചിട്ടാ വന്നേ. അത് എനിക്ക് എൻ്റെ ശരീരത്തിൽ ചേരുന്നതാണ്, അത് എടുത്തു തരണം.
തന്നില്ലെങ്കിലും 3 ദിവസം പട്ടിണി കിടക്കുന്നത് ഉപവാസോ. പിന്നെ ഇവിടെ വന്നാലും ഉപവസിക്കില്ല, അവിടെ നിന്നെങ്കിലും ഉപവസിക്കട്ടെ. പ്രൈസലോ. മക്കളെ ദൈവം തന്നെ അനുഗ്രഹിക്കും. പ്രൈസലോ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സദർശീയ വാക്യത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കാൻ താല്പര്യപ്പെടുന്നു. എനിക്ക് വീട് വിസിറ്റിൽ പോകണം. ആമേൻ. നീതി സദർശീയ 14:11 വായിച്ച്, 14:13 വായിച്ചേ. 14 ഒന്നുകൂടെ വായിച്ചോ. നகைപ്പിലും സഞ്ചലം. ഇപ്പൊ നിങ്ങൾ സന്തോഷമായിരിക്കും, മുടി വരുമ്പോ സഞ്ചലമെന്ന. ഒന്നുകൂടെ സൗകര്യമാര് വായിച്ചേ. നகைപ്പിലും മനസ്സിൽ ദുഃഖം. അപ്പൊ എല്ലാം നിങ്ങൾ നടക്കുന്നു എങ്കിലും ദുഃഖത്തോടെയാ നിങ്ങൾ നടക്കുന്നേ. നിങ്ങൾ നടക്കുന്നു എങ്കിലും ദുഃഖത്തോടെയാണ് ഇരിക്കുന്നത്. സഭയിൽ വരുന്നു എങ്കിൽ ദുഃഖമുണ്ടെന്ന്. നகைப்பிലും എന്തുണ്ട്? ദുഃഖം ഉണ്ട്. അന്ത മകിഴ്ചിൻ മുടിവ് സഞ്ചലം. രാപ്പാടി പറഞ്ഞതുപോലെ ഇരിക്കുന്നില്ലേ? സഞ്ചലം. അവൻ അങ്ങനെ പറയും, ഇങ്ങനെ അടിച്ചിട്ട് മുടിവ് സഞ്ചലം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ആമേ സ്തോത്രം പറഞ്ഞു. ആമേ സ്തോത്രം. എൻ്റെ വീട്ടിൽ ഭയങ്കര കഷ്ടം, മാന്ത്രിക ശക്തിയുടെ പോരാട്ടമാണ്. അപ്പൊ ആ കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോ ആമേ രാപ്പാടി പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു ദൈവദാസൻ വന്ന് ചവിട്ടുന്ന അവന്റെ പ്രാർത്ഥന കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പൊ പിശാചിന് നന്നായിട്ട് അറിയാം. പിശാചിനറിയാം നമ്മളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളെ നടപ്പിനെയും കുറിച്ച് അവനറിയാം. അപ്പോ നിങ്ങളെ സഞ്ചലം വരരുത്. നகைപ്പിലും സഞ്ചലം. ആമേ നിങ്ങൾ സഞ്ചലം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, വേദന കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ വീട്ടിനകത്ത് ഒരുപാട് ദുഃഖങ്ങളുണ്ട്. പക്ഷേ ഈ ദുഃഖം നിങ്ങൾക്ക് സന്തോഷം വരും. അതാണല്ലേ യേശു പറഞ്ഞത്. ഇപ്പോ നിങ്ങൾ ദുഃഖിക്കുന്ന നിങ്ങൾക്ക് സന്തോഷം വരും. ഇപ്പോ നിങ്ങൾക്ക് ദുഃഖിക്കുന്ന നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ നിങ്ങൾ ദുഃഖിക്കുന്ന നിങ്ങൾക്ക് ആശ്വാസമുണ്ട്. അതല്ലേ കർത്താവ് പറഞ്ഞത്. ആമേ സ്തോത്രം. ദുഃഖത്തോടെ ബഥാനി കുടുംബത്തിനകത്ത് യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ ദുഃഖത്തോടെ ഇരുന്ന വീട്ടിൽ കടന്നു പോയിട്ട് പറഞ്ഞു, ആമേ ഇപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുക. ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുക. കുടുംബത്തിനകത്ത് വിശ്വസിക്കുക. കർത്താവ് എനിക്ക് വൻ കാര്യം ചെയ്യും. അത് ചെയ്യും. സഭയുടെ അകത്തും ഒരു മാറ്റം വരുമെന്ന് നീ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിച്ചാലേ ദൈവ മഹത്വം കാണാം. അതിൻ്റെ അപ്പുറത്ത് വേറെ ദൂതില്ലെന്നേ. സ്തോത്രം. ദൂത് എന്ന് പറയുന്നത് നിന്റെ ശരീരത്തോടുള്ള ദൂത്, നിന്റെ ഭവനത്തോടുള്ള ദൂത്, നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദൂത്, നിന്റെ മക്കളുടെ ഭാവി കാലത്തെ കുറിച്ചുള്ള ദൂത്. അതാ ഈ ദൈവത്തിന്റെ ആത്മ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദൂത് നിന്റെ വീട്ടിൽ വരും. അതിനൊരു കാര്യമുണ്ട്. ആമേ സ്തോത്രം. സഞ്ചലപ്പെട്ട് ദുഃഖിച്ച് നടക്കരുത്. ആ സഞ്ചലത്തെ നീ മാറ്റി കർത്താവിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുത്ത് നിന്റെ മനസ്സിനെ നീ പുതുക്കുക. ദൈവം തന്നെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിനെ പുതുക്കാതെ, ആത്മാവിനെ പുതുക്കത്ത് നടക്കാതെ നമുക്ക് എങ്ങനെയാ പറ്റുന്നേ? ആമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൊരിന്ത്യർക്ക് ലേഖനം 1 കൊരിന്ത്യർക്ക് ലേഖനം 2 13 വാക്യം ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 2 13 ഒന്ന് വായിച്ചേ. കേട്ടോ, മനുഷ്യജ്ഞാനം ബോധിക്കുന്ന വാർത്തയിനാലേ അല്ലേ. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഞാൻ ഈ സംസാരിക്കുന്നത് മനുഷ്യജ്ഞാനത്തിലല്ല, ദൈവജ്ഞാനത്തിൽ ഞാൻ നിങ്ങളെ ഉപദേശിക്കുക. മനസ്സിലാകുന്നുണ്ടോ? மனுஷஞானம் நாங்கள் போதிக்காமல், மனுஷஞானத்தை நாங்கள் பேசாமல், மனுஷஞானத்திலே நாங்கள் நடந்து உங்களிடம் சொல்லாமல், ஆவியானவர் எதை தந்தாரோ அதை உங்களிடத்துல பேசுகிறேன். அல்லேலூயா. அப்ப ஆவியானவர் எதை தருகிறார்? ஆவிக்குரியதை தருகிறார். ஆவியானவர் எதை தருகிறார்? ஆவிக்குரிய தந்து நம்மளை பேசுகிறார். ஆவியானவர் எதை தருகிறார்? நம்முடைய சரீரத்துக்கு தேவையானதை விடுதலை தந்து கர்த்தர் பேசுகிறார். குடும்பத்தோடு பேசுகிறார். ஆவியானவரை தருகிறார். ஆமென். நமக்குள்ளதை நம்முடைய குறைகளை கண்ணித்து பேசுகிறார். குறைகளை கண்ணிக்காம பேசினா அது ஆவியானவர் அல்ல, അത് ആവിയാനവരുടെ നടത്തുതൽ അല്ലേ. ആമൻ നമ്മളെ കുറിച്ച് നമ്മുടെ പാപത്തെ നമ്മുടെ കുറവുകൾ കണ്ണിക്കണം, ആരാധന കുറവ് കണ്ണിക്കണം,
വിശ്വാസക്കുറവ് കണ്ണിക്കണം, മക്കളുടെ അനുസരണക്കേട് കുറവ് കണ്ണിക്കണം, സ്വത്രം നമ്മളെ ജീവിതത്തിൽ കുറവ് കണ്ണിക്കണം, കുടുംബത്തിന് അച്ചടക്കമായ ജ്ഞാനങ്ങളെ കണ്ണിക്കണം, സഭയുടെ അകത്ത് വരേണ്ട ജ്ഞാന ജീവിതങ്ങളെ കണ്ണിക്കണം, ആരാധനയെക്കുറിച്ചുള്ള ജീവിതത്തെ കണ്ണിക്കണം, ദൈവമായിട്ടുള്ള ബന്ധം പുലർത്തുന്നത് കണ്ണിക്കണം, ദൈവത്തോടുള്ള ബൈബിള് വായന, പ്രാർത്ഥനയുമായിട്ടുള്ള ബന്ധനം, ജീവിതത്തെ കുറിച്ച് തന്നെ കണ്ണിക്കണം. അത് നിന്റെ ജീവിതത്തിൽ വിശുദ്ധിയായി കാത്തുകൊള്ളണം. ഇതൊക്കെയാണ് ദൈവത്തിന്റെ വചനത്തിലെ കണ്ണനം. പക്ഷെ ഇങ്ങനെയുള്ള കണ്ണനം ആർക്കും ഇഷ്ടപ്പെടുകയില്ല. സ്തോത്രം. അവരെ ശാരീരികമായ ഉയർച്ചയെ കുറിച്ച് പറഞ്ഞാൽ അവരെങ്കിലും ഭാഷ പറഞ്ഞല്ലോ. കഴിഞ്ഞ നാളുകൾ ദൂത് പറഞ്ഞു, ദൂതിനെ ഞങ്ങൾ നോക്കിയിരിക്കുന്നു, കർത്താവ് തന്നെ ഉയർത്തും. അതിന്റെ 9-ാം വാക്യത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം കിടക്കുന്നു, ദൈവം எழுதியிருக்கிறபடி தேவன் தம்மை அன்பு கூறுகிறவர்களுக்கு ആയത്തമാനதை നീ കണ്ടിട്ടില്ലല്ലോ. ഇത്ര മാത്രം നിന്റെ കുടുംബത്തിനകത്ത് ഇത്രയും നന്മ കൊണ്ടുവന്നത്, ഇത്രയും ഉയർച്ച കൊണ്ടുവന്നത് ഒറ്റ ദിവസം കൊണ്ടാണ് വന്നേ. ഒറ്റ ദിവസം കൊണ്ടാണ് നിങ്ങൾ വളർന്നേ. ടീച്ചറിന്റെ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും പൊക്കത്തിൽ ഒറ്റ ദിവസം കൊണ്ട് വളർന്ന? ഇരുന്നതിന് എല്ലാവരും വളർന്ന. സഭ വളർന്ന അങ്ങനെ തന്നെ, സഭയുടെ തന്നെ ആത്മീയ അനുഗ്രഹം വരുന്ന അങ്ങനെ തന്നെ, നമ്മുടെ കുടുംബത്തെ വളർത്തുന്ന അങ്ങനെ. അതാണ് എഴുതിയിരിக்கிறபடி ദേവൻ തമ്മിടത്തിൽ അൻപ് സ്നേഹം കാണിക്കുക കർത്താവ്. അപ്പൊ എഴുതിയിരിക്കുന്ന പ്രകാരം ദേവൻ തമ്മിടത്തിൽ അൻപ് കൂറുகிறார். സ്നേഹം കാണിച്ചാ പോകുന്നേ, വിരോധിച്ചേച്ചു പോകുന്നില്ല, സ്നേഹം കാണിക്കുന്നു. ദേവൻ തമ്മെ അൻപ് കൂറുന്നവർക്ക് ആയത്തമാക്കി വെച്ചിരിക്കുക. പക്ഷെ ഇതാ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ലല്ലോ ജനം. ഇവിടെ വരുമായിരുന്നു. നമുക്കിത് പ്രാർത്ഥനയാണ്. സ്തോത്രം. അതെങ്കിൽ വരുമായിരുന്നവര്, സഭയിൽ ജനം വരുമായിരുന്നേ. അവര് വന്ന് എന്തിന്റെ നന്മ പ്രാപിക്കുമായിരുന്നു, അതും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഈ വചനം കേൾക്കുമായിരുന്നു. ഇനി ഈ വചനം അവർക്ക് കേൾക്കാൻ പറ്റിയില്ല, ഈ ദൂത് അവർക്ക് കേൾക്കാൻ പറ്റിയില്ല. ഈ ദൂത് കേൾക്കാൻ എഴുതിയിരിക്കുന്ന പ്രകാരം സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഒരുക്കി വെച്ചത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഹൃദയത്തെ തോന്നിച്ചിട്ടില്ല, ആർക്കും പറഞ്ഞ് അറിവിച്ചിട്ടില്ല. അപ്പൊ ഈ സംഭവം അവർക്ക് കേൾക്കാൻ പറ്റിയില്ല, അവർക്ക് അറിയാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെ അവർ ദൈവ നന്മ പ്രാപിക്കാൻ കഴിയും? ദൈവത്തോട് എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും? അനുഗ്രഹത്തോട് ഇന്നലത്തെ ദൂത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുമായിരിക്കും, കേൾക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾ പറയും, ഇന്നലത്തെ ദൂത് എന്തോ നല്ല അനുഗ്രഹമായിരുന്നു, അല്ലെ വചനത്തെ കുറിച്ച് ഞങ്ങളെക്കുറിച്ചുള്ള കണ്ണിച്ച് പറഞ്ഞു. ശരിയായിരിക്കും, കണ്ണിച്ച് പറഞ്ഞു എങ്കിലും ജീവിതത്തെ കുറിച്ച് കണ്ണിച്ച് പറഞ്ഞു. പക്ഷേ ഇല്ലാത്തതാണോ ഇവിടെ പറഞ്ഞത്? ഉള്ളത് തന്നെയാണ്, നിങ്ങൾ കേട്ടത് തന്നെയാണ്. കേട്ടതിന് ഒന്നുകൂടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവന്നു. ഒന്നുകൂടെ നിങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചത് തരികയാണ്. പരിശുദ്ധാത്മ നിങ്ങൾ കീഴ്പ്പെട്ടിരിപ്പി. പരിശുദ്ധാത്മ നിന്റെ വഴികളെ അറിയുന്നു, നിനക്ക് വേണ്ടുന്ന വഴികളെ അറിഞ്ഞ് ദൈവം തന്നെ നടത്തുന്നു എന്ന് പറയുമ്പോൾ വചനത്തിന് മുമ്പ് നമ്മളെ തന്നെ പൗലോസ് പറയുന്നു, എഴുതിയിരിക്കുന്നത് കൊണ്ട് ദൈവം ഒരുക്കി വെച്ചിട്ടാണ് വിളിച്ചത്. നിന്റെ ഭവനത്തെ കുറിച്ച് ഒരുക്കി വെച്ചിട്ടാണ് വിളിച്ചത്. നിന്റെ മക്കളെ ഒരുക്കി വെച്ചിട്ടാണ് വിളിച്ചത്. നിന്റെ മക്കളെ ജോലിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ് നീ മക്കളെ ആ ജോലിക്ക് അയക്കുന്നത്. അത് ദൈവമാണ് ഒരുക്കി തന്നത്. അപ്പൊ നീ ആളുകൾ പ്രാർത്ഥിച്ചിരിക്കും, ദൈവദാസൻ പ്രാർത്ഥിച്ചിരിക്കും, സഭ പ്രാർത്ഥിച്ചിരിക്കും. പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ദൈവം ഒരുക്കി വെച്ചത്. ഒരുക്കി വെച്ചത് നീ എന്ത് ചെയ്യരുത്? ദുഃഖിച്ച് നടക്കരുത്. അത് സന്തോഷത്തോടെ ഏറ്റെടുക്കണം. ദൂതനെ സന്തോഷത്തോടെ ഏറ്റെടുക്കണം, വചനത്തെ സന്തോഷത്തോടെ ഏറ്റെടുക്കണം, കൃപയെ സന്തോഷത്തോടെ ഏറ്റെടുക്കണം, ആത്മീയ ആരാധന സന്തോഷത്തോടെ ഏറ്റെടുക്കണം. പള്ളിയിൽ വരുമ്പോൾ നീ സന്തോഷത്തോടെ വരണം. സന്തോഷത്തോടെ വരുമ്പോഴാണ് നിന്റെ ഹൃദയം സന്തോഷിക്കുന്നത്. ദുഃഖിച്ചിരിക്കരുത്. നനയുടെ ദുഃഖമാണ്. ഞാൻ ഉദ്ദേശിച്ച അളവില് എന്നോട് കർത്താവ് സംസാരിച്ചില്ലെന്ന്. കർത്താവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ വചനം കൊണ്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ വചനം കൊണ്ട് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഈ വചനം കൊണ്ട് നിന്റെ കുടുംബത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഈ വചനം കൊണ്ട് നിന്റെ ശരീരത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഈ ദൂതന് നീ മറക്കാൻ കഴിയാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഓറായിട്ട് നീ അടിസ്ഥാനമിട്ട് നീ പ്രാർത്ഥിച്ചു നോക്ക്. ദൈവ ഗണ്യ നാളിൽ ദൈവം നിന്റെ കുടുംബത്തിന് അത്ഭുതം ചെയ്യും. ഇതിനപ്പുറത്ത് വേറെ ഉപദേശമല്ല. ഇത് ഉപദേശം നിന്നോട് പറയുന്നേ. ഉപദേശവും ശാസനയും നിന്നോട് കണ്ണിച്ചു പറയുന്ന ദൂതാ.
അത് നീ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു നോക്ക്. ചിലപ്പോ നിന്റെ വീട്ടില് വലിയ പണമൊന്നും വരുന്നില്ല എങ്കിലും 500 രൂപയായിരിക്കും വരുന്നത്. 500 രൂപയെ 5 ലക്ഷമാക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസലോ. നിന്റെ ഭർത്താവ് ചിലപ്പോ തുച്ഛമായിരിക്കുന്ന കാശായിരിക്കും അയക്കുന്നത്. സ്തോത്രം, നീ വിശ്വസിക്കുക. സ്തോത്രം, തുച്ഛമായ കാശിൽ നിന്നും മാസങ്ങൾ കഴിയുമ്പോൾ അധികം അയക്കാൻ പറ്റും. കാരണം നീ ദൈവസമൽ കാത്തിരിക്കുന്നു. ദൈവസമത്തിൽ കാത്തിരിക്കുന്നു. ദൈവസമൽ കാത്തിരിക്കുന്നവനെ ദൈവം ഉയർത്തും. അതിലെ പത്രോസ് പറഞ്ഞ, നാം ഉന്നെ ഉയർത്തുമ്പടിക്ക് എന്റെ ബലത്തെ കരങ്ങൾ അടങ്ങിയിരിക്കണം. പത്രോസ് പറയുന്നു. പത്രോസ് സഭയോട് പറയുകയാണ്, ഞാൻ നിന്നെ ഉയർത്തേണ്ടത് എന്റെ ബലത്തെ കരങ്ങൾ അടങ്ങണം. മതി, ഒന്ന് ചാടാതെ അടങ്ങി. കണ്ടില്ലേ എത്തിച്ചാടി. ഒരു പുരോഹിതന്റെ വാക്കിനെ അനുസരിക്കാതെ വന്നപ്പോ എന്തായി? വീട്ടിൽ വന്നിരിക്കുന്നു. 6 മാസം അമ്മായിയെടുത്ത് പോഴ്ത്തി. 6 മാസം കൊണ്ട് പോഴ്ത്തുന്നതല്ലല്ലോ അമ്മ, ജീവപര്യന്തം പോഴ്ത്തണ്ടേ? അപ്പൊ ജീവപര്യന്തം പോഴ്ത്തണമെങ്കിൽ അമ്മായിയുടെ വാക്ക് നീ കേട്ടെന്ത് ചെയ്യണം? അനുസരിക്കണം, കീഴ്പ്പെടണം. കഴിവണമെന്ന് അവരെ നിന്ന് ഭരിക്കാൻ പോകരുത്. അവരെ അടുപ്പിനെ തൂക്കി നമ്മൾ കൊണ്ടത് കഞ്ഞി വെക്കാനല്ല നമ്മൾ വരുന്നത്. ചിരിക്കാൻ പറഞ്ഞല്ല, ചിന്തിക്കാൻ പറഞ്ഞതൊക്കെ. ജീവിതം പഠിക്കണം. ജീവിതം പഠിക്കാതെ വന്ന് നിന്നും കൊണ്ട് എനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ, നിനക്കത്ര അറിയാം, നിനക്കത്ര 25 വയസ്സില്ലായുള്ളൂ, അവർക്ക് 50 വയസ്സായവർ. അപ്പൊ 50 വർഷമായപ്പോ സ്തോത്രം 25 വർഷം സർവീസ് അവർക്ക് ഇരിക്കുന്നു, കൂടുതലിരിക്കുന്നു. അപ്പൊ 25 സർവീസ് ഇരിക്കുന്ന അവർ ജീവിച്ച് കുടുംബത്തെ ഓറ്റി വെച്ചിരുന്നതാ. ആ വീട്ടിനകത്ത് പോയി നമ്മുടെ ആളാകാൻ നിൽക്കരുത്. നമ്മൾ താഴുന്നുണ്ടോ മക്കളെ? താഴ്ന്നുണ്ടോ? താഴ്ചയൊക്കെ ഉണ്ടോ അമ്മേരെ മുമ്പിലെ വീട്ടിലൊക്കെ? എന്തേരി താഴ്ചയൊക്കെ ഉണ്ടോ? ഇങ്ങനെ കാണിച്ച സ്കൂൾ ഏതാന്ന് പറഞ്ഞാണ്. എനിക്ക് അവിടെ പഠിക്കണം ഇങ്ങനെയുള്ള സ്കൂൾ. അല്ല, അത് ഇപ്പോഴത്തെ സ്കൂളാണല്ലോ. നമ്മൾ എന്താ ചോദിച്ചോണ് ചിലപ്പോൾ അതും സ്കൂളിൽ പഠിക്കണം നമ്മൾ. അപ്പൊ ആ സ്കൂളിന്റെ അനുഭവത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നീങ്ങിപ്പോകാം. ചിലർ പറയും, ഇങ്ങനെ പറയും. അപ്പൊ അത് നമുക്ക് ആ സ്കൂളിന്റെ അനുഭവമാണ്, ആ വീട്ടിന്റെ അനുഭവമാണ്, ജീവിതത്തിന്റെ അനുഭവം. ക്ലിയർ വാതുറന്നങ്ങ് പറയണം. ഒരു സഹോദരൻ പറഞ്ഞാട്ടെ, സഹോദരൻ പറഞ്ഞു. നമ്മൾ ഇങ്ങനൊന്നും പറയും. ചിലർ സൈക്കോളജി ഇങ്ങനെ. വീട്ടിലാണെങ്കിൽ ഈ കഴുത്ത് ചുറ്റും നാക്ക് കിടക്കുകയാണ്. അമ്മേനോട് ചോദിക്കുക, ചോദ്യം വേറെ രീതിയിലാണ്. പള്ളിയിൽ വന്ന ഒരു വാതുറക്കില്ല, പ്രാർത്ഥിക്കില്ല, നാക്കും കാണില്ല. അമ്മായി സാക്ഷി പറയുക അങ്ങനെയാ, എന്റെ പിള്ളേക്ക് നാക്ക്. അയ്യോ, വെള്ളിയിൽ കേക്കിൽ കഴിക്കുന്നതോ? അയ്യോ, ഒരു സാധനം എടുത്ത് 4-5 പ്രാവശ്യം കടിച്ചാ കഴിക്കുന്നത്. പല്ല് പോലും ഇല്ലെന്ന് തൊളിഞ്ഞു കിടക്കേ. 5-6 കഴിയണം. ഈ പറയുന്ന ഇവര് തന്നെ വെളിയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോ ഞാൻ ഇപ്പടിയാണ് നനച്ചും കൂടെ പാക്കല്ലേ. അങ്ങനെയുള്ള സ്വാത്യം നമ്മളെ ഇടയില് വരരുതെന്നേ. അതിനാ ഇത് പറയുന്നേ. അതിനാ ജ്ഞാനോപദേശിക്കാതെ, മനസ്സവാക്ക് പറയാതെ പോലും അത് പറയുന്നുണ്ടോ? ദൈവജ്ഞാനം ദൈവാത്മാവിനാൽ ദൈവകൃപയാൽ ഞാൻ ദൈവത്തിന് പ്രാപിച്ചത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അല്ലേ പറഞ്ഞ കൊരിന്ത്യർക്ക് ലേഖനം നമ്മളതും പറയുന്നു, നാം ദൈവത്തിൽ പെറ്റത് ഉങ്ങൾക്ക് തരികറേൻ. അപ്പം നുറുക്കുമ്പോൾ എടുത്ത് പറയുന്ന ഒരു വാക്കാ, നാം ദേവനിടത്തിൽ നിന്ന് പെറ്റുകൊണ്ടതേ. ഇങ്ങനെ പറയുന്നേ, ചുമ്മാ എന്ന് പറഞ്ഞതല്ല. ദൈവത്തിൽ നിന്നും ഞാൻ പ്രാപിച്ചത് ഞാൻ ഇതാ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾക്കായി പിൽക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്നു. അങ്ങനെയല്ലേ കൊടുക്കുന്നേ? ഇത് നിങ്ങൾക്കായി ചിന്തപ്പെട്ട യേശു ക്രിസ്തുവിന്റെ രക്തമാകുന്നു. ഇത് വാങ്ങിച്ച് കുടിപ്പീൻ, ഇത് നിങ്ങൾക്ക് പുതുജീവന്റെ രക്തം. അങ്ങനെയല്ലേ? അതാ പ്രാപിച്ചത്. നിന്നെ നഷ്ടപ്പെട്ടു, നിന്റെ കുടുംബം, നിന്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകാനല്ല ഈ യോഗം. അവർക്ക് ഈ ഞാർച്ച യോഗമായി നടത്തിയെങ്കിൽ നീ ഒന്നുകൂടെ വളരാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവർക്ക് ഈ കാഴ്ചപ്പാട് കൊടുത്തത്. ഹല്ലേലൂയ. ഈ സഭ ഒന്ന് വളരട്ടെ. ഈ സഭയുടെ അകത്തൊരു മാറ്റം വരട്ടെ. സ്തോത്രം.
അതോടൊപ്പം ഈ യോഗ മുഖാന്തരം ചിലർ സ്നാനമേൽക്കാൻ പോകുന്നു പറഞ്ഞു. അത് അവർക്കും ഈ വിടുതല. ഈ യോഗ നടത്തുന്ന അവർക്കും ഈ യോഗ മുഖാന്തരം അവർക്കും വിടുതല. കാരണം ഒരു വ്യക്തി യോഗ മുഖാന്തരം എന്ത് ചെയ്യും? സ്നാനമേൽക്കാൻ പോകുന്നു, ഇവിടെ കർത്തൃമേശ എടുക്കുന്നു, സഭ ഒന്ന് ഐക്യപ്പെടുന്നു എന്ന് പറയുമ്പോ ഇതിന്റെ അനുഗ്രഹം വിശ്വസിക്കുന്നവർ. പക്ഷേ ഒന്ന് താഴണം.